MA Philosophy Semester 2nd Indian Metaphysics സിലബസ് 5 യൂണിറ്റാണ് മൊത്തത്തിൽ ഈ സിലബസിലായിട്ടുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ഉപനിഷത്ത്, അതിൻ്റെ മെറ്റാഫിസിക്സ്, നേച്ചർ ഓഫ് റിയാലിറ്റി, ബ്രഹ്മൻ, ആത്മൻ, ക്രിയേഷൻ, ഡിഗ്രി ഓഫ് റിയാലിറ്റി. യൂണിറ്റ് സെക്കൻഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ജൈനിസം, ജൈന മെറ്റാഫിസിക്സ്, റിയാലിറ്റി ആൻഡ് എക്സിസ്റ്റൻസ്, ഓണ്ടോളജി, ജീവാജീവ. യൂണിറ്റ് തേർഡ് ബുദ്ധിസത്തിൻ്റെ മെറ്റാഫിസിക്സ്, ദ ഫോർ നോബിൾ ട്രൂത്ത്, എയ്റ്റ് ഫോൾഡ് പാത്ത് ആൻഡ് ദ ഡോക്ട്രിൻ ഓഫ് ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ. യൂണിറ്റ് ഫോർത്ത് സാംഖ്യയോഗ, കൺസെപ്റ്റ് ഓഫ് റിയാലിറ്റി, പ്രകൃതി, പുരുഷ, തിയറി ഓഫ് എവല്യൂഷൻ. ഫിഫ്ത്ത് യൂണിറ്റ് സ്കൂൾ ഓഫ് വേദാന്ത, വ്യത്യസ്ത വേദാന്ത സ്കൂളുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ യൂണിറ്റിൽ. ശങ്കരാചാര്യ അദ്വൈത സിസ്റ്റം, വിശിഷ്ടാദ്വൈത ആൻഡ് ദ്വൈത. റഫറൻസ് ഫർദർ റീഡിങ്ങിന് ഇത് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ലെക്ചറിങ്ങിൽ വളരെ കുറച്ച് പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫർദർ റീഡിങ്ങിന് വേണ്ടി റഫറൻസ് നൽകിയിട്ടുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഇന്ത്യൻ ഫിലോസഫി വോളിയം 1 and 2, CD ശർമ്മയുടെ ക്രിട്ടിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ ഫിലോസഫി, ഹീരി അണ്ണയുടെ എസെൻഷ്യൽ ഓഫ് ഇന്ത്യൻ ഫിലോസഫി, ദത്ത ആൻഡ് ചാറ്റർജി ഇന്ത്യൻ ഫിലോസഫി, SM ദാസ്ഗുപ്ത ഇന്ത്യൻ ഫിലോസഫി. Introduction. Indian philosophy has a longer history of continuous development than any other philosophical tradition, and philosophy encompasses a wide variety of schools and systems. Almost every school of Indian philosophy is associated with a religious sect, including the 6 orthodox or Astika schools like Nyaya, Vaisheshika, Sankhya, Yoga, Purva Mimamsa and Vedanta or Uttara Mimamsa, and the orthodox schools or Nastika, which include Buddhism, Jainism and the materialistic Charvaka school. ഇന്ത്യൻ ഫിലോസഫിക്ക് മറ്റ് ഫിലോസഫിക്കൽ ട്രഡീഷനെക്കാട്ടിലും വലിയ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വലിയ ഹിസ്റ്ററി തന്നെ ഉണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ദർശനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വലിയ പാരമ്പര്യം, ഒരു ചരിത്രമുള്ള ട്രഡീഷനാണ് ഇന്ത്യൻ ഫിലോസഫിക്കൽ ട്രഡീഷൻ. അതുപോലെ തന്നെ ഒരു പ്രത്യേകത, ഇന്ത്യൻ ഫിലോസഫിക്കൽ ട്രഡീഷൻസ് എല്ലാം ഒരു റിലീജിയസ് സെക്ട് പോലെയാണ് രൂപപ്പെട്ടതും പ്രവർത്തിച്ചു വരുന്നതും. ഇപ്പോൾ ഉദാഹരണം, ഇന്ത്യൻ ഫിലോസഫിയുടെ ആസ്തികരായാലും നാസ്തികരായാലും ഈ രൂപത്തിലാണ് പ്രവർത്തിച്ചു വന്നിട്ട് ഉള്ളത്. Indian philosophy conceives of man as spiritual in nature and relates him to a spiritual or metaphysical concept of the universe. Indian philosophy is intimately associated with the practice in everyday life. It takes an introspective approach to reality, concerning itself with the knowledge of the inner life and the self of man, rather than with the nature and the structure of the physical world. ഇന്ത്യൻ ഫിലോസഫി എപ്പോഴും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമ്മൾ ഏതെങ്കിലും നോളജ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫിസിക്കൽ വേൾഡിനെ സംബന്ധിക്കുന്ന അതിൻ്റെ സ്ട്രക്ചർ അതിനെ സംബന്ധിച്ചിട്ടൊന്നുമല്ല, മറിച്ച് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്പിരിച്വലായിട്ടുള്ള മനുഷ്യൻ്റെ വാട്ട് ഈസ് ദ റിയാലിറ്റി, എന്താണ് സെൽഫ്, ഇതിനെ സംബന്ധിക്കുന്ന സ്പിരിച്വൽ നോളജുകൾക്കാണ് ഇന്ത്യൻ ഫിലോസഫി കൂടുതലും പ്രാധാന്യം നൽകുന്നത്. The Indian metaphysics is expressed through a rich variety of thoughts and practices that have developed over more than 3,000 years. There is no single Indian metaphysics, but rather a plurality of ways of understanding and relating to being from stock of widely held ideas reflected in the Vedas and particularly in the classical systems of Hinduism, Buddhism and Jainism. Metaphysics become thematic at various levels and in different contexts. In debates concerning the status of certain concepts as the soul, God, substance, universal, time, change, permanence, impermanence, one and many, etc. Indian philosophy is predominantly idealistic. Intuition is often accepted as the only method of knowing the ultimate truth. Truth is generally not known intellectually but must be realized. ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞ് ഒരു മെറ്റാഫിസിക്സ് മാത്രമല്ല നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നത്. കാരണം വളരെ നിരവധിയായിട്ടുള്ള ഡിഫറെൻറ്റ് തരത്തിലുള്ള ഫിസിക്സുകൾ ഇന്ത്യയിൽ ഡെവലപ്പായി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ബുദ്ധിസത്തിനും ജൈനിസത്തിനും അതുപോലെ തന്നെ ഹിന്ദുയിസത്തിനും വേദങ്ങളിലെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്ന വ്യത്യസ്ത മെറ്റാഫിസിക്സാണ് ഡെവലപ്പായി വന്നിട്ടുള്ളത്.
അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫി പ്രധാനമായും ഐഡിയലിസ്റ്റിക് ഫിലോസഫിയാണ്. അത് ഇൻഡ്യൂഷനാണ് നമ്മൾ അൾട്ടിമേറ്റ് റിയാലിറ്റിയെ റിയലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന നിലയിൽ ഇൻഡ്യൂഷനെയാണ് ഇന്ത്യൻ ഫിലോസഫിയും മിക്ക സ്കൂളുകളും കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് യൂണിറ്റിലേക്ക് കിടക്കാം. യൂണിറ്റ് ഫസ്റ്റ്, ഉപനിഷത്ത് മെറ്റാഫിസിക്സ്. ഉപനിഷത്തിക് മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. The Upanishads are ancient texts from India that were composed orally in Sanskrit. There are 13 major Upanishads, many of which were likely composed by multiple authors and are comprised of variety of styles. The Upanishads makes inquiry into a number of philosophical questions concerning the nature of being, the nature of the self, the foundation of life, what happens to the self at the time of death, the good life and ways of interacting with others. ഉപനിഷത്ത് എന്ന് പറയുന്നത് ഒരു വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. സാൻസ്ക്രിറ്റിലുള്ള ഒരു ടെക്സ്റ്റാണ്. അവിടെ ഉപനിഷത്ത് നിരവധിയായിട്ടുള്ള ഏകദേശം ഒരു 10-13 ഉപനിഷത്തുകളുണ്ട്. വളരെ ഒതൻറ്റിക്കായിട്ടുള്ള ഉപനിഷത്തുകളുണ്ട്. അതിൽ മിക്കവയ്ക്കും ശങ്കരാചാര്യർ കമൻട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വ്യത്യസ്ത ആളുകളാൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റാണ് ഉപനിഷത്ത്. ഉപനിഷത്തിൻ്റെ പ്രധാന അന്വേഷണം എന്ന് പറയുന്നത് ദ നേച്ചർ ഓഫ് ബീയിങ്, എന്താണ് അൾട്ടിമേറ്റ് റിയാലിറ്റി, അതാണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ സെൽഫ്, എന്താണ് സെൽഫ്, അതിൻ്റെ റിയലൈസേഷൻ മെത്തേഡ്, ഇത്തരത്തിലുള്ള ഒരു മെറ്റാഫിസിക്കൽ ടോപ്പിക്കാണ് ഉപനിഷത്ത് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. The word Upanishad is derived from the root sad, which means to sit down, to destroy, to loosen. Upa means nearby and ni means devotedly. The word therefore means the sitting down of the disciple near his teacher in a devoted manner to receiving instruction about of the highest reality which loosens all doubts and destroy all ignorance of the disciple. ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് 2 റൂട്ടിൽ നിന്നാണ്. ഒന്ന് സത്ത്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു സിറ്റ് ഡൗൺ, അത് അല്ലെങ്കിൽ ഡെസ്ട്രോയ്, നശിപ്പിക്കുക, ടു ലൂസൺ, ഒഴിവാക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് സത് വരുന്നത്. അതോടൊപ്പം തന്നെ ഉപ മീൻസ് നിയർ ബൈ, അടുത്ത്, നീ മീൻസ് ഡിവോട്ടഡ്ലി, വളരെ ഭക്തിപൂർവം അല്ല വളരെ ശ്രദ്ധാപൂർവം അടുത്തിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഉപനിഷത്ത് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയെ സംബന്ധിച്ച് അറിവുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് വളരെ ശ്രദ്ധാപൂർവം ഭക്തിപൂർവ്വം ആദരപൂർവ്വം ഇരുന്ന് റിയാലിറ്റിയെക്കുറിച്ച്, ഹയസ്റ്റ് റിയാലിറ്റിയെക്കുറിച്ച് പഠിക്കുകയും അതോടൊപ്പം തന്നെ നമുക്കുണ്ടായിരിക്കുന്ന മുഴുവൻ അന്ധതയും സംശയങ്ങളും എല്ലാം അകറ്റുന്ന എന്നുള്ളൊരർത്ഥത്തിലാണ് ഉപനിഷത്ത് എന്ന് പറയാവുന്നതാണ്. The Muktigopanishad gives the number of the Upanishad as 108, but 10 or 11 Upanishads are regarded as important and authorities on which Shankaracharya has commented. They are as follows: Isha, Kena, Kada, Prashna, Mundaka, Mandukya, Chandokya, Brihadaranyaka, Aitreya and Taittiriya. മുക്തിയോപനിഷത്ത് മുഴുവൻ തരുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 108ഓളം ഉപനിഷത്തുകളുണ്ടെന്നാണ് മുക്തിയോപനിഷത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അതിൽ തന്നെ 10-12 മാത്രമാണ് ഒരു ഒതൻറ്റിക്കായിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ പല ഉപനിഷത്തുകളിലും റെപ്പറ്റീഷനുണ്ട്. അതുപോലെ തന്നെ ചിലരൊക്കെ സെൻസ്ലെസ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി ഒതൻറ്റിക്കായിട്ടുള്ള ഏകദേശം അങ്ങനെ കാണുന്നത് ഒരു 10-12 ഉപനിഷത്തുകളെയാണ്. ആ ഉപനിഷത്തുകൾക്കെല്ലാം ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ചിട്ടുണ്ട്, വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ, കേന, കഥ, പ്രശ്ന, മുണ്ടക, മണ്ഡൂക്യ, ചണ്ഡൂക്യ, ബൃഹദാരണ്യക, ഐത്തിരേയ ആൻഡ് തൈത്തിരിയ എന്നീ ഉപനിഷത്തുകൾക്കാണ് ശങ്കരാചാര്യർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. The Upanishads contain some of the oldest discussion about the key philosophical terms such as Atman and Brahman. The Upanishad refers to the reality as both Atman and Brahman.
ഉപനിഷത്ത് പ്രധാനമായും ചർച്ച ചെയ്യുന്ന വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ച, വളരെ പ്രാധാന്യമുള്ള വളരെ 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 പഴക്കമുള്ളൊരു ഒരു ചർച്ചയാണ് ഉപനിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണ് ആത്മൻ അഥവാ നമ്മളുടെ സെൽഫ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ബ്രഹ്മൻ, അല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചം അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണ്, ആത്മൻ ബ്രഹ്മൻ എന്ന് നമ്മളുടെ സെൽഫ് എന്താണ് ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി, ഇതിനെ സംബന്ധിക്കുന്ന അന്വേഷണങ്ങളും ഡിസ്കഷൻസുമാണ് പ്രധാനമായും ഉപനിഷത്തിൽ നടക്കുന്നത്. ഉപനിഷത്ത് പറയുന്നത് ആത്മനും ബ്രഹ്മനും രണ്ടും റിയാലിറ്റിയാണ്. അതിൻ്റെ സബ്ജക്റ്റീവ് സൈഡാണ് ആത്മൻ, അതിൻ്റെ പ്രാപഞ്ചികമായിട്ടുള്ളൊരു രൂപമാണ്, അല്ലെ ഒബ്ജക്റ്റീവ് സൈഡാണ് ബ്രഹ്മൻ എന്ന നിലയിലാണ് ഉപനിഷത്ത് അതിന് ഒരു കൺക്ലൂഷൻ പറയുന്നത്. നമുക്ക് ഉപനിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ ടോപ്പിക്കാണ് ബ്രഹ്മൻ. ആ ബ്രഹ്മനിലേക്ക് നമുക്ക് കടക്കാം. Brahman. The word Brahman is derived from the root bra, which means to grow, to evolve. In the beginning it meant sacrifice, then prayer, and then it acquired its present meaning of ultimate reality. It is the ultimate cause of the universe, which spontaneously burst forth a nature and soul. ബ്രഹ്മൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റൂട്ട് വേർഡ് ബ്ര എന്ന് പറയുന്ന ഒരു റൂട്ടിൽ നിന്നാണ് ആ വേർഡ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ടു ഗ്രോ, ഇവോൾവ്, വളരുക അല്ലെങ്കിൽ വികസിക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ് അതിൻ്റെ ഒരു വേർഡ് മീനിങ് ഉള്ളത്. അപ്പോൾ ഇതിന് പല കാലങ്ങളിലായി പലതരത്തിലുള്ള മീനിങ്ങാണ് ഉണ്ടായിരുന്നത്. പണ്ട് ഇതിനെ ഒരു സാക്രിഫൈസ് ആയിട്ടും പ്രെയറായിട്ടും ഒക്കെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പ്രധാനമായും സ്കോളേഴ്സ് അതിന് മീനിങ് നൽകുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് ബ്രഹ്മൻ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ബ്രഹ്മൻ്റെ അർത്ഥം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് കോസ് എന്ന് പറയുന്നത് ഈ ബ്രഹ്മനാണ്. ഈ ബ്രഹ്മൻ എന്ന് പറയുന്നത് സ്വയംഭൂവായ, അതുപോലെ പ്രകൃതിയും നമ്മുടെ ആത്മാവുമൊക്കെയായി രൂപപ്പെട്ട, സ്വയം തന്നെ വികസിച്ച് രൂപപ്പെട്ട ഒന്നാണ് ബ്രഹ്മൻ എന്നാണ് ഉപനിഷത്തുകൾ വിശദീകരിക്കുന്നത്. Brahman connotes the highest universal principle, the ultimate reality in the universe. It is the material, efficient, formal and final cause of all that exists. It is the pervasive, infinite, eternal truth and bliss which does not change, yet is the cause of all changes. ബ്രഹ്മൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹയ്യസ്റ്റ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. ഈ പ്രപഞ്ചം തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആ സത്യമാണ് ബ്രഹ്മൻ എന്ന നിലയിലാണ്. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഒന്നാണ്, അൾട്ടിമേറ്റ് റിയാലിറ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ബ്രഹ്മനിൽ നിന്നാണ് മറ്റുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ മെറ്റീരിയൽ കോസും എഫിഷ്യൻറ്റ് കോസും ഫോർമൽ കോസും ഫൈനൽ കോസും എല്ലാം ബ്രഹ്മൻ ആണ്. ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന ഈ വേൾഡിലെ ഒബ്ജക്ട്സ് എല്ലാം ബ്രഹ്മനാണ്, നമ്മളും ബ്രഹ്മനാണ് എന്നുള്ള നിലയിലാണ് അതിനെ വിശദീകരിക്കുന്നത്. ഈ ബ്രഹ്മൻ എന്ന് പറയുന്നത് എറ്റേർണലാണ്, അതിനൊരു നാശമുണ്ടാകുന്ന ഒന്നല്ല, അനശ്വരമാണ്, അത് ട്രൂത്താണ്, സത്യമാണ്, ആനന്ദമാണ്, ബ്ലിസ്സാണ്. അങ്ങനെ പലതരത്തിലുള്ള വിശദീകരണങ്ങളാണ് അതിന് നൽകുന്നത്. ഈ മുഴുവൻ പ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത് ഈ ബ്രഹ്മനിൽ നിന്നാണ്, ഇതെല്ലാം ബ്രഹ്മമാണ് എന്നുള്ള നിലയിലാണ് അതിനെ ഉപനിഷത്തുകൾ വിശദീകരിച്ചു വരുന്നത്. Brahman as a metaphysical concept refers to the single binding unity behind diversity in all that exists in the universe. In the Chandogya Upanishad, it is cryptically described as Taijalan. Taijalan means that from which the world arises, into which it returns, and by which it is supported and it lives. ഈ പ്രപഞ്ചത്ത് കാണുന്ന മുഴുവൻ ഡൈവേഴ്സിറ്റിയുടെയും പിന്നിലുള്ള ആ ഏക സ്വത്വമെന്ന് പറയുന്നതാണ് ബ്രഹ്മൻ. ഈ മുഴുവൻ കാണുന്നതിൻ്റെയും പിന്നിലുള്ള ഏക സ്വത്വമാണ് ബ്രഹ്മൻ, എല്ലാം ബ്രഹ്മനിൽ നിന്നാണ് ഉണ്ടായത്. ചണ്ഡോക്യ ഉപനിഷത്തിൽ ഇതിനെ തൈജാലൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തജാലൻ മീൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫ്രം വിച്ച് ദ വേൾഡ് അറൈസസ്, ഇതിൽ നിന്നാണ് ഈ ലോകമുണ്ടായത്. ഇനി ഇതൊക്കെ തിരിച്ചു പോകുന്നതും ഇതിലേക്കാണ്. അതോടൊപ്പം തന്നെ ഇത് ഇവിടെ സപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നതും ഈ ബ്രഹ്മനാലാണ് എന്നുള്ള നിലയിലാണ് ഈ ഉപനിഷത്ത്, ചണ്ഡോക്യ ഉപനിഷത്ത് ബ്രഹ്മനെ വിശദീകരിക്കുന്നത്. In the Taittiriya Upanishad, Brahman is described as that from which all beings are born, by which they live, and into which they are reabsorbed. The evolution of the elements is given in this order. From Brahman arises from air, fire, from fire,
വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ എർത്ത്. തൈത്തിരീയ ഉപനിഷത്തും പറയുന്നത് എല്ലാം അതിനെ ബ്രഹ്മനെ വിശദീകരിക്കുന്നത് എല്ലാം ജനിച്ചത്, എല്ലാം ഉണ്ടായത് ബ്രഹ്മനിൽ നിന്നാണ്, എല്ലാം തിരിച്ചു പോകുന്നതും ബ്രഹ്മനിലായിരിക്കും, അതിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുകയായിരിക്കും. അതുപോലെ തന്നെ ഈ എവല്യൂഷൻ, ഈ ലോകം ഉണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മനിലാണ്. ഫസ്റ്റ് ഫ്രം ബ്രഹ്മൻ അറൈസസ് ഈതർ, ബ്രഹ്മനിൽ നിന്ന് ഈതർ ഉണ്ടായി, ഈതറിൽ നിന്നും എയർ ഉണ്ടായി, എയറിൽ നിന്നും ഫയർ ഉണ്ടായി, ഫയറിൽ നിന്നും വാട്ടർ ഉണ്ടായി, ആ വാട്ടറിൽ നിന്നും എർത്ത് ഉണ്ടായി. അങ്ങനെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ജീവൻ്റെ എലമെൻസ് ആയിട്ടുള്ള ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മനിൽ നിന്നാണ് എന്നുള്ള നിലയിലാണ് തൈത്തിരീയ ഉപനിഷത്ത് ബ്രഹ്മനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. But the real theory of evolution is given in the doctrine of 5 Shedas or Koshas in the Taittiriya. The lowest level is that of matter. Annam, Brahma, Annamaya. Matter is unconscious and dead and cannot account for life. It is purely on the physical plane. പക്ഷേ ഇത് എവല്യൂഷനെ സംബന്ധിച്ച് തൈത്തിരീയ ഉപനിഷത്ത് നൽകുന്ന ഒരു തിയറി എന്ന് പറയുന്നത് അത് പഞ്ചകോശ തിയറി അഥവാ 5 ഷേദാസ് എന്നുള്ള നിലയിലാണ് അത് അറിയപ്പെടുന്നത്. അതിൽ ഈ എവല്യൂഷൻ, ഈ ലോകത്തുണ്ടായിരിക്കുന്ന ഇതെല്ലാം, ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് 5 നിലയിലുള്ള ഘട്ടങ്ങളിലൂടെയാണ്. ആ 5 ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് ഈ ഉപനിഷത്ത് വിശദീകരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് അന്നഭ്രമം അഥവാ അന്നമയം, മാറ്ററാണ് ആദ്യം ഉണ്ടാകുന്നത്. മാറ്റർ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആണ്, അതിന് ജീവനില്ലാത്ത മാറ്ററാണ് ആദ്യമായിട്ടുള്ളത്. അതിന് അന്നമയം എന്നാണ് പറയുന്നത്, അന്നഭ്രമ. ഇത് മറ്റൊന്നുമല്ല, പ്യുവർലി ഫിസിക്കൽ പ്ലെയിൻ, അതായത് ഇതിന് ജീവനില്ല, കോൺഷ്യസ്നെസ് ഇല്ല, ഒന്നുമില്ല, വെറും ഒരു വസ്തു, ഒരു മാറ്റർ മാത്രമായിട്ടാണ് അതിവിടെ വിശദീകരിക്കുന്നത്. ബ്രഹ്മൻ cannot rest content with matter. The purpose of matter is fulfilled only when life is evolved. The highest state of matter is therefore life. The matter cannot account for life, but there can be no life without matter. അപ്പം ഈ മാറ്റർ ഉണ്ടായതിനു ശേഷം, അങ്ങനെ മാറ്ററായി ഇതിവിടെ നിലനിന്നാൽ ഇവിടെ ജീവനോ കോൺഷ്യസ്നെസ്സോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് ലെവലിലേക്ക് പോകും. ദ പർപ്പസ് ഓഫ് മാറ്റർ ഈസ് ഫുൾഫിൽഡ് ഓൺലി വെൻ ലൈഫ് ഈസ് ഇവോൾവ്ഡ്. ജീവൻ വരുമ്പോൾ മാത്രമാണ് ഇത് ഈ പ്രപഞ്ചമായി, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമായി ഇത് രൂപപ്പെടുകയുള്ളൂ. ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് ദെയർ ഫോർ ലൈഫ്. അതായത് മാറ്റർ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള പല അവസ്ഥയിലുണ്ട്. അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് ജീവനുള്ള മാറ്റർ. അതായത് ഇപ്പോൾ മനുഷ്യരുടെ ബോഡി, അത് ജീവൻ ഉള്ള മാറ്ററാണ്. ജീവനാണ് അതിൻ്റെ ഒരു ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ജീവന് മാറ്റർ അല്ല കാരണമെങ്കിലും, അല്ലെങ്കിൽ മാറ്ററിന് ഒരു ജീവൻ ഉണ്ടാക്കാൻ കഴിയുകയില്ലെങ്കിലും, വിത്തൗട്ട് മാറ്റർ ദെയർ ഇസ് നോ ലൈഫ്. മാറ്റർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരം കൊണ്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരു മൈൻഡുണ്ട്, പക്ഷെ മൈൻഡ് ഒരിക്കലും നമ്മുടെ ശരീരമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. ഇതാണ്, ഈ രൂപത്തിലാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. അപ്പം മൂന്നാമത്തെ അതിൻ്റെ ഒരു എവല്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അതിന് മനോമയം എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റിലാണ് ഈ ജീവികൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ പെർസെപ്ച്വൽ കോൺഷ്യസ്നെസ് രൂപപ്പെട്ടു വരുന്നത്. നമുക്ക് കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന മൈൻഡിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത് ഈ സ്റ്റേറ്റിലാണ്. ഇതിന് മനോമയ എന്ന് പറയും. ഈ സ്റ്റേറ്റ് നമ്മൾ ഇപ്പോൾ ഈ സ്റ്റേറ്റിലാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്, മനോമയം. ഇതാണ് നമ്മളും മനുഷ്യരും എല്ലാം ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ അത് പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഈസ് ദ തേർഡ് സ്റ്റേറ്റ്, മനോമയം. ദിസ് സ്റ്റേറ്റ് ഈസ് ഷെയർഡ് ബൈ ലോവർ ആനിമൽസ് ആൻഡ് വിത്ത് മെൻ.
The fourth state of evolution is self-conscious reason, Vijnana or intelligence, Vijnanamaya. Here we are on the metaphysical plane. This state is the sole monopoly of human beings. Reason becomes self-conscious only at this state, and this fact distinguishes human beings from lower animal. ഇതാണ് നമ്മുടെ എവല്യൂഷൻ്റെ നാലാമത്തെ സ്റ്റേറ്റ്, വിജ്ഞാനമയ. ഇവിടെയാണ് നമുക്ക് കോൺഷ്യസ്നെസ്, അതായത് റാഷണിങ്, അല്ല റീസൺ, അല്ല റാഷണാലിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്ന നാലാമത്തെ സ്റ്റേറ്റാണിത്. ഇത് മൃഗങ്ങൾക്ക് ഇല്ല. മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് മാത്രമുള്ള ഒരു വികസിത തലമാണ് ഈ വിജ്ഞാനമയം എന്ന് പറയുന്നത്. There must be something higher than mere intellect. Reality is different from thought and can be reached in the Turiya state of highest immediacy, which transcends thought and its distinctions, where the individual coincides with the central reality. The fifth and the highest state of evolution, therefore, is the non-dual bliss. Ananda is Brahma. Here we are on the mystic plane. എന്താണ് പറയുന്നത്? ഒരു വെറും കേവലമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ നോളജ് എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് ഒരു തലമുണ്ട്. ആ തലമാണ് നമുക്ക് ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തലമാണ് ഈ പറയുന്ന അവസാനത്തെ തലം. അപ്പം ഈ ഒരു തലം, ഇത് ഏറ്റവും അവസാന തലം, ഇത് ദ ഫിഫ്ത്ത് ആൻഡ് ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് എവല്യൂഷൻ. ഇത് ഈ ഒരു ഫിഫ്ത്ത് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഡ്യുവൽ ബ്ലിസ്, അതായത് ആത്മനും ബ്രഹ്മനും സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പോലും മാറുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മൾ തന്നെയാണ്, അല്ലെ ആത്മൻ തന്നെയാണ്, ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മളെന്ന് തിരിച്ചറിയുന്ന, റിയലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് ഈ ഫിഫ്ത്ത് സ്റ്റേറ്റ്, ആനന്ദമയ. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ വികാസം പ്രാപിക്കുമ്പോൾ വളരെ അനന്തമായിട്ടുള്ള നോളജും ബ്ലിസ്സും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. According to Upanishads, Brahman is to be understood as being of two kinds, para and apara. The word para is used for the higher Brahman, which is acosmic, qualityless, indeterminate, indescribable, nishprabanja, nirguna, nirvishesha, and anirvajaniya. The word apara, on the other hand, refers to lower Brahman, which is cosmic, all-comprehensive, and full of all good qualities, saprabanja, saguna, and savishesha. ഉപനിഷത്തുകൾ ബ്രഹ്മനെ വിശദീകരിക്കുന്നത് രണ്ട് നിലയിലാണ്. ഒന്ന് പരബ്രഹ്മൻ അഥവാ അപരബ്രഹ്മൻ. പരബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്വാളിറ്റിലെസ് ആണ്. നമുക്കതിന് കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ദ പെർസെപ്ഷൻ. കാരണം അത് ക്വാളിറ്റിലെസ് ആണ്. ബ്രഹ്മൻ കറുത്തതാണെന്ന് നമുക്ക് പറയണമെങ്കിൽ അത് കറുപ്പെന്ന ക്വാളിറ്റിയെ ഉൾക്കൊള്ളണം. അങ്ങനെ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയും അതിനില്ല. ക്വാളിറ്റിലെസ് ആണ്, ഇൻഡിറ്റർമിനേറ്റ് ആണ്. നമുക്കതിനെ ഡിറ്റർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇൻഡിസ്ക്രൈബിൾ ആണ്, നമുക്കതിനെ വിശദീകരിക്കാൻ കഴിയില്ല. അതിന് യാതൊരു നിർഗുണയാണ്, യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത സംതിങ് ആണ്. അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ, എങ്ങനെ വിശേഷിപ്പിക്കും? യാതൊരു നിലയിലും നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. നിർവിശേഷയാണ്, അനിർവചനീയമാണ്, അതിനെ നമുക്ക് നിർവചിക്കാൻ കഴിയാത്തതാണ്. അതുപോലത്തെ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് ബ്രഹ്മൻ. അതാണ് പരബ്രഹ്മൻ. എന്നാൽ അതേസമയം തന്നെ ഇതേ ബ്രഹ്മനെ അപരബ്രഹ്മൻ എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ അപരബ്രഹ്മൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ ഗുഡ് ക്വാളിറ്റീസോടും കൂടിയുള്ളതാണ്. ഓൾ കോംപ്രിഹെൻസീവ് ആൻഡ് ഫുൾ ഓഫ് ഗുഡ് ക്വാളിറ്റീസ്. നമ്മൾ ഏത് ഗുഡ് ക്വാളിറ്റി പറഞ്ഞാലും അത് ഈ അപരബ്രഹ്മനിൽ ഉണ്ട്. അത് സഗുണയാണ്, എല്ലാ ഗുണങ്ങളോടും കൂടിയാണ്. സവിശേഷമാണ്, എല്ലാ വിശേഷങ്ങളോടും കൂടിയതാണ്. ഒരു വിശേഷവും നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഈ നിലയിൽ രണ്ടു രീതിയിലാണ് ഉപനിഷത്തുകൾ ബ്രഹ്മനെ വിശദീകരിക്കുന്നത്. പരബ്രഹ്മനെന്നും അല്ലെങ്കിൽ അപരബ്രഹ്മനെന്നും ഉള്ള രണ്ട് രീതിയിലാണ് വിശദീകരണം നടത്തുന്നത്. The first is the absolute God, while the second is called the Ishvara. The cosmic Brahman is regarded as the cause of production, maintenance and destruction of this universe. All beings arise from him, live in him and are absorbed in him. The Mandukya calls him the Lord of all, the knower of all, the inner controller of all.
ദ ഫസ്റ്റ് ഈസ് ദ അബ്സല്യൂട്ട് ഗോഡ്, അതായത് പരബ്രഹ്മനെ നമ്മൾ അബ്സല്യൂട്ട് ഗോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ദ സെക്കൻഡ് ഈസ് കോൾഡ് ഈശ്വര. ഈശ്വരൻ എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ അപരബ്രഹ്മനെ കാണുന്നത്. ദ കോസ്മിക് ബ്രഹ്മൻ ഈസ് റിഗാർഡഡ് ആസ് ദ കോസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് അപരബ്രഹ്മൻ അഥവാ ഈശ്വരൻ ആണ് ഈ യൂണിവേഴ്സിൻ്റെ പ്രൊഡക്ഷൻ, ഇവിടെ നമ്മളുടെ ജനനത്തിന് അതുപോലുള്ള പ്രൊഡക്ഷന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സൃഷ്ടി സ്ഥിതി സംഹാരം, ഈ മൂന്നെണ്ണത്തിൻ്റെ, അതായത് പ്രൊഡക്ഷൻ, മെയിൻ്റനൻസ്, ഡിസ്ട്രക്ഷൻ, ഈ മൂന്നെണ്ണത്തിൻ്റെയും കാരണമായി വർത്തിക്കുന്നത് നമ്മുടെ അപരബ്രഹ്മനാണ്, അഥവാ സഗുണബ്രഹ്മനാണ്, അഥവാ ഈശ്വര ആണ് എന്നുള്ളതാണ് സങ്കല്പം. ഓൾ ബീയിങ്സ് അറൈസ് ഫ്രം ഹിം. എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അവനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, അവനിലേക്കാണ് തിരിച്ചു പോവുക. മണ്ഡൂക്യ ഉപനിഷത്ത് അപരബ്രഹ്മനെ വിളിക്കുന്നത് ദ ലോർഡ് ഓഫ് ഓൾ, ദ നോവർ ഓഫ് ഓൾ, ദ ഇന്നർ കൺട്രോളർ ഓഫ് ഓൾ എന്ന നിലയിലാണ് മണ്ഡൂക്യ ഉപനിഷത്ത് സഗുണ ബ്രഹ്മനെ വിശദീകരിക്കുന്നത്. ഇനി ഉപനിഷത്തുകളുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഡിസ്കഷൻ ടോപ്പിക്കാണ് ആത്മൻ അഥവാ സെൽഫ്. Atman is a central idea in all of the Upanishads, and know your Atman is their thematic focus. Upanishad state that the core of every person is self, is not the body, nor the mind, nor the ego, but Atman. Atman is the spiritual essence of all creatures, their real innermost essential being. It is eternal. എന്താണ് ആത്മനെക്കുറിച്ച് പറയുന്നത്? ഉപനിഷത്തുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആത്മനാണ്. ആത്മനെ നമ്മൾ റിയലൈസ് ചെയ്യുക, തിരിച്ചറിയുക, അതാണ് പ്രധാനമായും ഉപനിഷത്തിക് ടീച്ചിങ് നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത്, നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്കാണ്. അല്ല, ആത്മൻ്റെ റിയലൈസേഷൻ, ആത്മനെ റിയലൈസ് ചെയ്ത് മോക്ഷം പ്രാപിക്കുന്നതിന് വേണ്ടി, അല്ലെ ദുഃഖരഹിതമാവുന്നതിന് വേണ്ടിയാണ് ഉപനിഷത്തുകളുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെ ഗൈഡൻസ് നമുക്ക് നൽകുന്നത്. നമ്മളെ അതിനാണ് ഉപനിഷത്ത് ടീച്ചിങ് സഹായിക്കുന്നത്. അപ്പം ഉപനിഷത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ഏറ്റവും അകക്കാൻ പാടില്ല, ഏറ്റവും എസൻസ് ആയിട്ടുള്ളത് അവൻ്റെ ശരീരമോ മനസ്സോ ഒന്നുമല്ല, മറിച്ച് ആത്മനാണെന്നാണ് ഉപനിഷത്തുകൾ വിശദീകരിക്കുന്നത്. ആത്മനാണ് ഈ മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളുടെയും ഒരു എസൻസ്, സ്പിരിച്വൽ എസൻസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ആത്മനാണെന്നാണ് ഇവിടെ ഉപനിഷത്തുകൾ വിശദീകരിക്കുന്നത്. ഈ ആത്മൻ എറ്റേർണലാണ്, ഒരിക്കലും നശിക്കാത്തതാണ്, എക്കാലവും നിലനിൽക്കുന്നതാണ്, ഇതിന് ജനിക്കാത്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിന് മരണവുമില്ല. ഇറ്റ് ഈസ് എറ്റേർണൽ. ദ ടേം ആത്മൻ വാസ് യൂസ്ഡ് ഇൻ ദ ഋഗ്വേദ ടു ഡിനോട്ട് ദ അൺബോൺ പാർട്ട് ഓഫ് ദ ഇമ്മെറ്റീരിയൽ സോൾ ഓഫ് ഹ്യൂമൻ. ആത്മൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ, ടു ബ്രീത്ത്, ആൻഡ് ടു മൂവ്, ആൻഡ് മാ, ടു ബ്ലോ. സോ ദ ഓൾഡസ്റ്റ് മീനിങ് ഓഫ് ആത്മൻ ഈസ് ബ്രീത്ത്. Atman is the first principle, the true self of an individual, the essence of an individual. ആത്മൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് പ്രാചീന കാലത്ത് ആ ആത്മൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് സങ്കല്പിച്ചിരുന്നത് ബ്രീത്തിനെയാണ്, ശ്വസനത്തെയാണ്, പ്രാണവായുവിനെയാണ് ആത്മനെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം അതിൻ്റെ അർത്ഥം മറ്റൊരു നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആത്മൻ ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ദ ട്രൂ സെൽഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ദ എസൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ഏറ്റവും എസൻഷ്യലായിട്ടുള്ള അവൻ്റെ ആ ജീവൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം എന്ന നിലയിലാണ് ആത്മനെ പിന്നീട് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഉപനിഷത്തിൽ പ്രധാനമായി ഈ രണ്ട് ടോപ്പിക്സാണ്, ആത്മൻ, ബ്രഹ്മൻ. ഇതാണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. ജൈനിസമാണ്. ജൈനിസത്തിലെ മെറ്റാഫിസിക്സ് ആണ് നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. Jaina philosophy is the oldest school of Indian philosophy. Jainism traces its spiritual idea and history through a succession of 24 leaders or Tirthankaras. Among them, the first Tirthankara is Rishabhadeva and the 23rd Tirthankara Pashwanatha. ജൈനിസം വളരെ പ്രാചീനമായിട്ടുള്ളൊരു ഫിലോസഫിക്കൽ സ്കൂളാണ്, ഇന്ത്യയിലെ ഒരു ഫിലോസഫിക്കൽ സ്കൂളാണ്. ജൈനിസം വളരെ ഹൈലി സ്പിരിച്വലിസ്റ്റാണ്. അതുപോലെ തന്നെ ജൈനിസത്തിൻ്റെ
ഫിലോസഫി പ്രധാനമായും ഉരുത്തിരിഞ്ഞ് വികസിച്ചു വന്നത് അവരുടെ ഒരു 24ഓളം വരുന്ന തീർത്ഥങ്കരന്മാരിലൂടെയാണ്. അതിൻ്റെ ആദ്യത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് ഋഷഭദേവനാണ്. 23ാമത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് പാർശ്വനാഥാണ്. 24ാമത്തെ തീർത്ഥങ്കരനാണ് ദ സ്പിരിച്വൽ ഹീറോ നമ്മുടെ മഹാവീരൻ. The word Jainism is derived from the word Jina, which means conqueror, one who has conquered his passions and desires. It is applied to the liberated souls who have conquered passions and desires and obtained emancipation. According to Jain metaphysics, the universe is an uncreated entity that has always been in existence and shall always be there. ജൈനിസം എന്ന് പറയുന്ന വാക്ക് തന്നെ ഉടലെടുത്തിരിക്കുന്നത് ജിന എന്നുള്ള റൂട്ടിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം കോൺകറർ എന്നാണ്. അതായത് നമ്മളുടെ പാഷനെയും ഡിസയേഴ്സിനെയൊക്കെ കോൺകർ ചെയ്ത ആളാണ് ജിനൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇതിവിടെ പ്രയോഗിക്കുന്നത്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ലിബറേഷൻ കിട്ടിയിട്ടുള്ള, അതായത് ഡിസേഴ്സിനെയും പാഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് അതിന്മേൽ വിജയം നേടി ഇമാൻസിപ്പേഷൻ നേടിയെടുത്തിട്ടുള്ള മങ്സിനെയാണ് പ്രധാനമായും ജൈനർ എന്ന് വിളിക്കുന്നത്. ജൈനന്മാരുടെ മെറ്റാഫിസിക്സ് അനുസരിച്ച് യൂണിവേഴ്സ് എന്ന് പറയുന്നത് അൺക്രിയേറ്റഡ് ആണ്. അത് ഏതെങ്കിലും ആൾ ക്രിയേറ്റ് ചെയ്തതല്ല, സ്വയംഭൂവായതാണ്. അതുപോലെ തന്നെ ഇത് എക്കാലവും ഇവിടെ നിലനിൽക്കും, എറ്റേർണലാണ്, ഇപ്പോഴും ഉണ്ടാവും, എല്ലാ കാലത്തും ഇതുണ്ടാവും. ഇതിന് നാശമില്ലാത്ത ഒന്നാണ്. ഇത് ക്രിയേറ്റ് ചെയ്യാത്തതായതുകൊണ്ട് തന്നെ ഇതിനെ കൺസ്ട്രക്റ്റ് ചെയ്യാത്തതായതുകൊണ്ട് തന്നെ ഇതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാനും കഴിയില്ല എന്നുള്ളൊരു മെറ്റാഫിസിക്കൽ പോയിൻ്റാണ് യൂണിവേഴ്സിനെ സംബന്ധിച്ച് ജൈനിസം മുന്നോട്ട് വെക്കുന്നത്. There was neither any beginning of the universe nor is there going to be any end. The Jaina metaphysics is a realistic and relativistic pluralism. It is called Anekantavada or the doctrine of the manyness of reality. It is often translated as non-absolutism. It states that the ultimate truth and reality is complex and has multiple aspects. Jainism അവർ മുന്നോട്ട് വെക്കുന്ന മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആണ്. അതായത് ഇവിടുത്തെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കൾ അത് റിയൽ ആണ് എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ് ജൈന മെറ്റാഫിസിക്സ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ ഈ കാണുന്നത് നമ്മളുമായി അത് റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള, നമ്മൾ വ്യത്യസ്തമായി കാണുന്നത് അത് റിലേറ്റിവിസ്റ്റിക് ആണ്. അതായത് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് പോലാണ് അതിൻ്റെ വ്യത്യസ്തത നമുക്ക് ഫീൽ എന്നുള്ള അർത്ഥത്തിൽ ഇതൊരു ജൈന മുന്നോട്ട് വെക്കുന്നത് ഒരു റിയലിസ്റ്റിക് ആൻഡ് റിലേറ്റിവിസ്റ്റിക് പ്ലൂറലിസമാണ് ജൈനിസം മുന്നോട്ട് വെക്കുന്ന ഒരു മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ്. അതിനെ വിളിക്കുന്നത് അനേകാന്തവാദം എന്നാണ്. ഇത് ഡോക്ട്രിൻ ഓഫ് മെനിനെസ് ഓഫ് റിയാലിറ്റി. അതായത് ആത്യന്തികമായി ഏതെങ്കിലും ഒന്ന് മാത്രമല്ല. ഇവിടെ ഇപ്പം അദ്വൈത ഫിലോസഫി പറയുന്ന പോലെ ബ്രഹ്മൻ മാത്രമാണ് റിയാലിറ്റി എന്ന് പറയുന്ന അതിന് ഓപ്പോസിറ്റായിട്ട്, അല്ലെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മെറ്റാഫിസിക്കൽ കാഴ്ചപ്പാടാണ് ജൈനന്മാർ മുന്നോട്ട് വെക്കുന്നത്. അവരുടെ ആ ഒരു തിയറിക്ക് പറയുന്ന പേര് അനേകാന്തവാദം എന്നാണ്. അനേകാന്തവാദം എന്ന് പറയുന്ന ഈ കാണുന്നതിനെല്ലാം അത് റിയലാണ്, അത് മറ്റ് മായയോ അങ്ങനത്തെ ഒന്നല്ല, അത് റിയലാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. That Jain doctrine states that objects have infinite modes of existence and qualities, so they cannot be completely grasped in all aspects and manifestation by finite human perception. The omniscient beings can comprehend objects in all aspects and manifestations. Others are capable of only partial knowledge. Consequently, no specific human being can claim to represent the absolute truth. ജൈന ഫിലോസഫി പറയുന്നത് ഒരു വസ്തുവിന് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസും മോഡസും ആസ്പെക്ട്സും ഒക്കെ ഇൻഫിനിറ്റ് ആയിട്ടുള്ളതുണ്ട്, നമ്പർലെസ് ആയിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഒരു വസ്തുവിൻ്റെ എല്ലാ ആസ്പെക്ട്സും എല്ലാ ക്വാളിറ്റിയും അറിയാൻ കഴിയില്ല. മനുഷ്യരുടെ ഫൈനൈറ്റ് ആയിട്ടുള്ള, അവരുടെ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ഈ ഹ്യൂമൻ പെർസെപ്ച്വൽ എബിലിറ്റി കൊണ്ട് ഈ മുഴുവൻ ക്വാളിറ്റി, ഒരു വസ്തുവിൻ്റെ മുഴുവൻ ക്വാളിറ്റിയെയും ആസ്പെക്ട്സിനെയും അറിയുവാൻ കഴിയില്ല. പിന്നെ അങ്ങനെ അറിയാൻ കഴിയുന്നവരെന്ന് പറഞ്ഞാൽ ഒമിനീഷ്യൻ ബീയിങ്സ് ആയിട്ടുള്ള, അതായത് ഇമാൻസിപ്പേറ്റഡ് ആയിട്ടുള്ള, ഇമാൻസിപ്പേഷൻ ലഭിച്ച കൈവല്യ സാധ്യമായിട്ടുള്ള
ആളുകൾക്ക് എല്ലാ വസ്തുക്കളുടെയും എല്ലാ ക്വാളിറ്റികളും അറിയാൻ കഴിയുമെന്ന് ജൈന ഫിലോസഫി മെറ്റാഫിസിക്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകളുടെ മുഴുവൻ കാഴ്ചപ്പാടുകളും അറിവുകളും എല്ലാം സമ്പൂർണ്ണമല്ല, അത് പാർഷ്യൽ നോളജുകളാണെന്നാണ് ജൈന മെറ്റാഫിസിക്സ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. Jains compare all attempts to proclaim absolute truth with the maxim of the blind men and elephants. According to the Jainas, matter or Pudgala and spirit, Jiva, are regarded as separate and independent realities. There are innumerable material atoms and innumerable individual souls which are all separately and independently real. ജൈനന്മാർ പറയുന്നത്, ജൈന ഫിലോസഫി പറയുന്നത് അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന എല്ലാ തിയറികളും എല്ലാ തത്വങ്ങളും ഈ അന്ധൻ ആനയെ കണ്ടതുപോലെയുള്ളതാണ് എന്നതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ജൈന മെറ്റാഫിസിക്സ് മുന്നോട്ട് വെക്കുന്നത് പ്ലൂറലിസമാണ്. അതുകൊണ്ട് തന്നെ ഇവർ മാറ്ററിനും അതുപോലെ സ്പിരിറ്റ്, ജീവ, ഇതിനെല്ലാം സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിയാലിറ്റീസാണ്. അത് സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഇന്യൂമറബിൾ മെറ്റീരിയൽ ആറ്റംസ് ഈ യൂണിവേഴ്സിലുണ്ട്, ഇന്യൂമറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ അനവധി ഇൻഡിവിജ്വൽ സോൾസ് ഉണ്ട്. അതുപോലെ എല്ലാത്തിനും ഇവരെല്ലാം സെപ്പറേറ്റും സ്വന്തം നിലയിൽ ഇൻഡിപെൻഡൻ്റായി എക്സിസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റീസ് ആണെന്നാണ് ജൈന മെറ്റാഫിസിക്സ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈച്ച് ആറ്റം ആൻഡ് ഈച്ച് സോൾ പൊസസ്സസ് innumerable aspects of its own. A thing has got an infinite number of characteristics of its own. Every object possesses innumerable positive and negative characters. It is not possible for us ordinary people to know all the qualities of a thing. We can know only some qualities of something. ഈച്ച് ആറ്റംസ് ആൻഡ് ഈച്ച് സോൾ, എല്ലാ അനവധിയായിട്ടുള്ള ഇന്യൂമറബിളായിട്ടുള്ള ആറ്റംസും സോൾസും ഇവിടെയുണ്ട്. ഈ ഓരോ സോളും ഓരോ ആറ്റംസും ഡിഫറൻ്റ്ലി ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ഓരോന്നിനും ഇന്യൂമറബിളായിട്ടുള്ള എണ്ണിയാൽ തീരാത്ത നിലയിലുള്ള അവരുടേതായ പ്രത്യേകമായിട്ടുള്ള ആസ്പെക്ട്സും ക്വാളിറ്റിയും എല്ലാം അവ ഓരോരുത്തർക്കും സ്വന്തമായി തന്നെയുണ്ട്. എ തിങ് ഹാസ് ഗോട്ട് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് അളക്കാൻ കഴിയാത്ത നിലയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും ഉള്ളത്. എവറി ഒബ്ജക്റ്റ് പൊസസ്സസ് ഇന്യൂമറബിൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. എല്ലാ വസ്തുക്കളും പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള അനേകങ്ങളായിട്ടുള്ള ക്വാളിറ്റീസിനെയും ആസ്പെക്ട്സിനെയും പൊസസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓർഡിനറി മനുഷ്യർക്ക് ഇതിനെ എല്ലാത്തിനെയും കാണുവാൻ കഴിയില്ല. അപ്പോൾ ചില വസ്തുക്കളുടെ ചില ക്വാളിറ്റീസോ ചില ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് നമുക്ക് ഓർഡിനറി പെർസെപ്ഷനിലൂടെ അറിയാൻ കഴിയുക. To know all the aspects of a thing is to become omniscient. A thing has many characters and it exists independently. It is called substance. It persists in and through all attributes and modes. Substance is defined as that which possesses qualities and modes. അപ്പോൾ ഒരു വസ്തുവിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ഒമിനിഷ്യൻ്റ് ആകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലിബറേറ്റഡ് ആയി എന്നുള്ളതാണ്. ലിബറേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു വസ്തുവിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെയും കാണാൻ കഴിയുക. അതുപോലെ തന്നെ എ തിങ് ഹാസ് മെനി ക്യാരക്ടേഴ്സ് ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഇറ്റ് ഈസ് കോൾഡ് സബ്സ്റ്റൻസ്. വ്യത്യസ്ത സ്വഭാവത്തോടുകൂടി വ്യത്യസ്ത ക്യാരക്ടറുകളെ, ആസ്പെക്ട്സുകളെ, സവിശേഷതകളുള്ള സ്വതന്ത്രമായി നിലനിൽക്കുന്ന ആ വസ്തുതയാണ് നമ്മൾ സബ്സ്റ്റൻസ് അഥവാ ദ്രവ്യ എന്ന് വിളിക്കുന്നത്. ഈ സബ്സ്റ്റൻസിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. ഈ സബ്സ്റ്റൻസിനെ നമുക്ക് കാണാൻ കഴിയുക അതിൻ്റെ ആട്രിബ്യൂട്ട്സും മോഡസും വഴി മാത്രമാണ് കഴിയുക. അതുകൊണ്ട് തന്നെ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സബ്സ്റ്റൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് വിച്ച് പൊസസസ് ക്വാളിറ്റീസ് ആൻഡ് മോഡസസ്. ക്വാളിറ്റീസും മോഡസും ഉള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ സബ്സ്റ്റൻസ് എന്ന് ഇവിടെ ജൈന മെറ്റാഫിസിക്സ് നിർവചിക്കുന്നത്. Out of these innumerable qualities of substance, some are permanent and essential, while others are changing and accidental. The former are called attributes or guna, and the latter modus or modus.
Substance and attributes are inseparable because the latter are the permanent essence of the substance and cannot remain without it. Modus or modification are changing and accidental. എണ്ണമറ്റ അനേകം ക്യാരക്ടറിസ്റ്റിക്സിനെ പൊസസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, ഈ സബ്സ്റ്റൻസിന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇന്യൂമറബിളായിട്ടുള്ള ക്വാളിറ്റീസും ആസ്പെക്ട്സും ക്യാരക്ടറിസ്റ്റിക്സും പൊസസ് ചെയ്യുന്നതാണ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റൻസ് പൊസസ് ചെയ്യുന്ന ക്യാരക്ടറിലും തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് എസെൻഷ്യലായിട്ടുള്ളതുകൊണ്ട്, മറ്റൊന്ന് പെർമനൻ്റ് ആയിട്ടുള്ളതുകൊണ്ട്. പെർമനൻ്റ് അഥവാ എസെൻഷ്യൽ ആയിട്ടുള്ളത്, വൈൽ അതേഴ്സ് ആർ ചേഞ്ചിങ് ആൻഡ് ആക്സിഡൻ്റൽ. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളും അതുപോലെ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റികളും ആസ്പെക്ട്സുകളും ഈ സബ്സ്റ്റൻസ് പൊസസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ചേഞ്ച് ചെയ്യാത്ത ഒരു സബ്സ്റ്റൻസിൻ്റെ ക്വാളിറ്റീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് അഥവാ ഗുണ എന്ന് പറയുന്നത്. രണ്ടാമത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ ക്വാളിറ്റീസിനെ ആസ്പെക്ട്സിനെയും ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മോഡസ് എന്ന് വിളിക്കാം. Substance and attributes are inseparable because the latter are the permanent essence of the substance and cannot remain without it. Modus or modification are changing and accidental. അതായത് ഈ സബ്സ്റ്റൻസ് അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമ്മൾ ഈ പാലും അതിൻ്റെ വെളുത്ത നിറവും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ, അല്ലെങ്കിൽ മനസ്സും ശരീരവും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ സബ്സ്റ്റൻസിനെ ആട്രിബ്യൂട്ട്സിനെ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് മ്യൂച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. Viewed from the point of view of substance, a thing is one and permanent and real. Viewed from the point of view of modus, it is many and momentary and unreal. Substance has its unchanging essence and therefore is permanent, but it also has its changing modus and therefore is subject to origination and decay. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, ഈ സബ്സ്റ്റൻസിന് പെർമനൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ആക്സിഡൻ്റലും ചേഞ്ചുമായിട്ടുള്ള ക്വാളിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റൻസിനെ ഒരു പെർമനൻ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന്, ഒരു വ്യൂ പോയിൻറ്റിൽ നിന്ന് കാണുകയാണെങ്കിൽ ഇത് നമുക്ക് പെർമനൻ്റ് ആണെന്ന് തോന്നും. ഇനി ഇതൊരു ആക്സിഡൻ്റൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു മോഡസ് പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ഇതിനെ സബ്സ്റ്റൻസിനെ വീക്ഷിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ചേഞ്ചിങ് എന്ന് നമുക്ക് തോന്നും. ജൈന ഓണ്ടോളജി മുന്നോട്ട് വെക്കുന്നത് ഈ മുഴുവൻ വേൾഡും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ട് കാറ്റഗറീസായിട്ട് തിരിച്ചിട്ട് അതുവഴിയാണിത് ഈ മുഴുവൻ യൂണിവേഴ്സിനെയും അവർ വിശദീകരിക്കുന്നത്. ആ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ജീവ ആൻഡ് അജീവയാണ്. ദ ഹോൾ യൂണിവേഴ്സ് ഈസ് ബ്രോട്ട് അണ്ടർ ദ ടു എവർലാസ്റ്റിംഗ് അൺക്രിയേറ്റഡ് എറ്റേർണൽ ആൻഡ് കോ എക്സിസ്റ്റിംഗ് കാറ്റഗറീസ് വിച്ച് ആർ കോൾഡ് ജീവ ആൻഡ് അജീവ. These are the uncreated existing constituents of the universe which impart the necessary dynamics to the universe by interacting with each other. അപ്പോൾ മുഴുവൻ യൂണിവേഴ്സിനെയും നമുക്ക് രണ്ട് എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എറ്റേർണൽ ആയിട്ടുള്ള അൺക്രിയേറ്റഡ് ആയിട്ടുള്ള കോ എക്സിസ്റ്റിംഗ്, പരസ്പരം മ്യൂച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന എറ്റേർണൽ ആയിട്ടുള്ള രണ്ട് കാറ്റഗറിയിൽ നമുക്ക് അതിൽ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. രണ്ട് കാറ്റഗറി ആയിട്ടുള്ള അതിന് ജീവ ആൻഡ് അജീവ എന്ന രണ്ട് കാറ്റഗറിക്കുള്ളിൽ ഈ യൂണിവേഴ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ യൂണിവേഴ്സ് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഈ രണ്ട് കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ടാണ്. ജീവ മീൻസ് ദ കോൺഷ്യസ് സ്പിരിറ്റ് ആൻഡ് അജീവ മീൻസ് ദ അൺകോൺഷ്യസ് നോൺ സ്പിരിറ്റ്. ജീവ ഈസ് ജനറലി ദ സെയിം ആസ് ദ ആത്മൻ ഓർ ദ പുരുഷ ഈസ് അതർ പ്ലൂറലിസ്റ്റിക് സ്കൂൾസ്. According to the Jain philosophy, there are infinite independent souls. Infinite knowledge, perception and bliss are the intrinsic qualities of a soul. ഇതിൽ ജീവ അജീവ എന്ന് ഡിവൈഡ് ചെയ്യുന്നതിൽ ജീവ എന്ന് പറയുന്നത് കോൺഷ്യസ് സ്പിരിറ്റാണ്. ഇപ്പോൾ മനുഷ്യർ, മൃഗങ്ങൾ ഇതുപോലുള്ള കോൺഷ്യസ് സ്പിരിറ്റ്. ആൻഡ് അജീവ മീൻസ് ദ അൺകോൺഷ്യസ് നോൺ സ്പിരിറ്റ്. അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള നോൺ സ്പിരിറ്റ് ആയിട്ടുള്ള വസ്തുക്കളെയാണ് അജീവ എന്ന സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജീവ ഈസ് ജനറലി ദ സെയിം ആസ് ദ ആത്മൻ. അതായത് മറ്റു സ്കൂളുകളിൽ പറഞ്ഞിരിക്കുന്ന ആത്മൻ എന്ന സങ്കല്പത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കല്പമാണ് ജീവ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജൈന ഫിലോസഫി അനുസരിച്ച്
ഇവിടെ ഇൻഫിനിറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സോൾസ്, ഇഷ്ടം അനേകം സോൾസ് ആത്മാക്കൾ ഇവിടെയുണ്ട്. അവരെല്ലാം ഓരോ ആത്മാവും ഇൻഡിപെൻഡൻ്റ് ആണ്, അതുപോലെ തന്നെ ഇൻഫിനിറ്റ് ആണ്. അവരുടെ ഒരു എസെൻഷ്യൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോന്നും ഇൻഫിനിറ്റ് നോളജും പെർസെപ്ഷനും ബ്ലിസ്സും ഒക്കെ പൊസസ് ചെയ്യുന്ന ഒരു സോളാണ് ഇവിടെ ഇൻഡിപെൻഡൻ്റായിട്ട് അനേകമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓരോ സോളിനും ഈ ക്വാളിറ്റീസ് ഉണ്ടാവും. ഇൻഫിനിറ്റ് നോളജ്, പെർസെപ്ച്വൽ കപ്പാസിറ്റി, ബ്ലിസ്സ് എന്ന് തുടങ്ങിയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാകും. The jiva are divided first into those who are liberated and those who are bound. The bound souls are further divided into mobile and immobile. The latter live in the atoms of earth, water, fire and air and the vegetable kingdom and have only one sense, that of touch. ജീവയെ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അന്ന് ദോസ് ഡിവൈഡഡ് ഫസ്റ്റ് ഇൻറ്റു ദോസ് ഹൂ ആർ ലിബറേറ്റഡ് ആയിട്ടുള്ള മുക്തമായിട്ടുള്ള സോൾസ് ആൻഡ് ദോസ് ഹൂ ആർ ബൗണ്ട് ആയിട്ടുള്ള അന്ന്. ഇനി ദ ബൗണ്ട് സോൾസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? മൊബൈൽ ആൻഡ് ഇമ്മൊബൈൽ. ദ ലേറ്റർ, അതായത് ഇമ്മൊബൈൽ എന്ന് പറയുന്നത് എർത്ത്, വാട്ടർ, ഫയർ ആൻഡ് എയർ തുടങ്ങിയ എലമെൻസിലുള്ള ആറ്റംസ് ആണത്. ആറ്റംസ് എന്ന നിലയിലാണ്. ഇത്തരം ഇമ്മൊബൈലായിട്ടുള്ള ജീവാസ് നമുക്ക് ഇതിൻ്റെ എലമെൻസായിട്ട് നമുക്ക് കാണാൻ കഴിയും. എർത്തിൻ്റെയും വാട്ടറിൻ്റെയും ഫയറിൻ്റെയും ഒക്കെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇമ്മൊബൈൽ ജീവാസാണ്. The mobile souls are again classified as those who have no 2 sense, 3 sense, 4 sense and 5 senses. Consciousness is regarded as the essence of the soul. Consciousness is regarded as the essence of the soul. അപ്പോൾ മൊബൈൽ ആയിട്ടുള്ള സോൾസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അപ്പോൾ ഹൂ ഹാവ് 2 സെൻസസ്, 2 സെൻസസ് ഉള്ള സോൾസ്, അതായത് എക്സാമ്പിൾ വോംസ്, ചെറിയ ചെറിയ പുഴുക്കൾ, അതുപോലുള്ള സാധനങ്ങൾ. 3 സെൻസസ് ഉള്ളത്, അതായത് 3 സെൻസസ് ഉള്ള സോൾസ്, എക്സാമ്പിൾ ആൻസ്, ഉറുമ്പുകളെ പോലെ. പിന്നെ 4 സെൻസസ് ഉള്ള സോൾസ്, അതുപോലെ തന്നെ 5 സെൻസസ് ഉള്ള ഹയർ ആനിമൽസ് ആൻഡ് മെൻ, 5 സെൻസസ് ഉള്ള സോളുകൾ. ഇങ്ങനെ സോളുകളെ മൊബൈലായിട്ടുള്ള സോൾസിനെ വീണ്ടും 5 തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോളിൻ്റെ ഒരു എസെൻഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. കോൺഷ്യസ്നെസ് ഇസ് റിഗാർഡ് ആസ് ദ എസെൻസ് ഓഫ് ദ സോൾ. The lowest soul, which inhabit material atoms, appear to be lifeless and unconscious, but in fact life and consciousness are present in them, though in a dormant form. Purest consciousness is found in the emancipated souls, where there is no shred of karma. All souls are really alike. The degrees of consciousness are due merely to the karma obstacles. അതായത് സോൾസ് എല്ലാം ഒരുപോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കോൺഷ്യസ്നെസ്, ഇത് സോളിൻ്റെ എസൻസ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. ഈ കോൺഷ്യസ്നെസ് പല ഡിഗ്രിയിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ലോവസ്റ്റ് സോൾ, അതിൻ്റെ ലോവസ്റ്റ് ആയിട്ടുള്ള സോൾസ് എന്ന് പറയുന്നത്, ലോവസ്റ്റ് സോൾസ് എന്ന് പറയുന്നത് ലൈഫ്ലെസ് ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള വസ്തുക്കളിൽ കാണുന്ന സോൾസാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ് ഇപ്പോൾ കല്ല് പോലുള്ള വസ്തുക്കളിൽ അത് കോൺഷ്യസ്നെസ് ഇല്ലെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ സത്യത്തിൽ കോൺഷ്യസ്നെസ് അവിടെ ഉണ്ട്. ആ കോൺഷ്യസ്നെസ് പക്ഷേ പ്രത്യേകം ഒരു ഡോർമൻ ഫോമിലാണ് അവിടെ നിലനിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് നമുക്ക് അതിൽ കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസം വരുന്നത്. ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് സോൾസ് അതാണ്. അതുപോലെ തന്നെ പ്യുവറസ്റ്റ് കോൺഷ്യസ്നെസ് ഇസ് ഫൗണ്ട് ഇൻ ദ എമാൻസിപ്പേറ്റഡ് സോൾസ്. ഇപ്പം ലിബറേഷൻ നേടിയ ആളുകളിൽ കാണുന്ന സോൾസ്, അല്ലെങ്കിൽ ലിബറേറ്റഡ് സോൾസാണ് ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ഉൾക്കൊള്ളുന്നത്. എല്ലാ സോൾസും ഒരുപോലെയാണ്, പക്ഷേ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഡിഗ്രി, ഇതിൻ്റെ എസൻസ് എന്ന് പറയുന്ന കോൺഷ്യസ്നെസ് ആണ്, അതിൻ്റെ ഡിഗ്രിയിലാണ് ഈ വ്യത്യാസം വരുന്നത്. ഈ ഡിഗ്രിയിലുള്ള ഈ വ്യത്യാസം വരുന്നത് കർമ്മ ഒബ്സ്റ്റാക്കിൾസ് അനുസരിച്ചിട്ടാണ്. അതായത് കൂടുതൽ കാർമിക് ഒബ്സ്റ്റാക്കിൾസ് ഉള്ള കോൺഷ്യസ്നെസ്സിന് കൂടുതൽ അതിൻ്റെ പ്യൂരിറ്റി കുറച്ച് നഷ്ടമാകും. അപ്പോൾ പൂർണ്ണമായും കർമ്മ ഒബ്സ്റ്റാക്കിൾസ് നീക്കം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ലിബറേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മുടെ കോൺഷ്യസ്നെസ് പ്യുവറസ്റ്റ് ആവുന്നത്. ദ കാറ്റഗറി ഓഫ് അജീവ ഈസ് ഡിവൈഡഡ് ഇൻ ടു മാറ്റർ, അഥവാ
Pudgala, space, Akasha, motion, dharma, rasta, dharma, and time, Kala. They are all without life and consciousness. അതുപോലെ തന്നെ അജീവ കാറ്റഗറി അതിനെ വീണ്ടും 5ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മാറ്റർ, സ്പേസ്, മോഷൻ, റെസ്റ്റ് ആൻഡ് ടൈം. ഇത് മുഴുവൻ ദേ ആർ ഓൾ വിത്തൗട്ട് ലൈഫ് ആൻഡ് കോൺഷ്യസ്നസ്. ഇതിന് ലൈഫും ഇല്ല, കോൺഷ്യസ്നസ്സും ഇല്ല. അതുകൊണ്ടാണ് ഇത് അജീവ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയുമാണ് പ്രധാനമായും നമ്മൾ ജൈന മെറ്റാഫിസിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അടുത്തത് നമ്മളുടെ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. യൂണിറ്റ് 4 ബുദ്ധിസം, മെറ്റാഫിസിക്സ്. ബുദ്ധിസ്റ്റ് കൺസെപ്റ്റ് ഓഫ് മെറ്റാഫിസിക്സ് ആണ് നമ്മളിവിടെ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബുദ്ധിസം ഈസ് എ നോൺ തീയിസ്റ്റിക് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി ആൻഡ് മോറൽ ഡിസിപ്ലിൻ ഒറിജിനേറ്റിംഗ് ഇൻ ഇന്ത്യ ഇൻ 6th and 5th centuries BCE. It was founded by the sage Siddhartha Gautama. Buddha came to understand that desire and attachment caused suffering and humans suffered because they were ignorant of the true nature of the existence. ബുദ്ധിസം എന്ന് പറയുന്നത് ഒരു നോൺ തീയിസ്റ്റിക് സ്കൂളാണ്. ഇന്ത്യയിലെ ഒരു നോൺ തീയിസ്റ്റിക് സ്കൂളാണ്. അതായത് ദൈവവിശ്വാസത്തെയൊക്കെ നിരാകരിക്കുന്ന ഒരു സ്കൂളാണ് ബുദ്ധിസം. BC 6-5 നൂറ്റാണ്ടുകളിലാണ് ഇന്ത്യയിൽ ഉടലെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധൻ അഥവാ സിദ്ധാർത്ഥ ഗൗതമനാണ്. അപ്പം ബുദ്ധൻ്റെ പ്രധാന കൺസേൺ എന്ന് പറയുന്നത് സഫറിംഗ് ആണ്. സഫറിങ്ങിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ബുദ്ധൻ നടത്തിയിട്ടുള്ളത്. അല്ലെ അതിനുള്ള ടീച്ചിങ്സാണ് ബുദ്ധിസത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. ബുദ്ധ കെയിം ടു അണ്ടർസ്റ്റാൻഡ് Buddha came to understand that desire and attachment caused suffering. ഇപ്പോൾ ദുഃഖത്തിൻ്റെ കാരണമായിട്ട് ബുദ്ധൻ മനസ്സിലാക്കിയത് ഡിസയറും അറ്റാച്ച്മെൻറ്റുമാണ്. നമ്മളുടെ ഡിസയറും അറ്റാച്ച്മെൻറ്റും നമ്മുടെ മൈൻഡിൻ്റെ തന്നെയുള്ള ഒരു സ്വഭാവമാണ്. അപ്പം അതിനെ മറികടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ദുഃഖത്തിൽ നിന്നും മാറാൻ കഴിയും. അതുപോലെ തന്നെ അപ്പോൾ ഈ മനസ്സിൻ്റെ ഈ അറ്റാച്ച്മെൻറ്റും ഡിസയറും ഉണ്ടാക്കുന്ന ആ മനസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ നമ്മളുടെ എക്സിസ്റ്റൻസിൻ്റെ ശരിയായ നിലയിൽ അതിൻ്റെ ട്രൂ നേച്ചറിനെ സംബന്ധിച്ചിട്ടുള്ള ഇഗ്നോറൻസ് ആണ് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാ മെൻ്റൽ ദുഃഖങ്ങളുടെയും കാരണമെന്നാണ് ബുദ്ധൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതാണ് ബുദ്ധൻ ടീച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ബുദ്ധിസം ഈസ് എ പാത്ത് ഓഫ് പ്രാക്ടീസ് ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ലീഡിങ് ടു ഇൻസൈറ്റ് ഇൻ ടു ദ ട്രൂ നേച്ചർ ഓഫ് റിയാലിറ്റി. An enlightened being sees the nature of reality absolutely clearly, just as it is, and lives fully and naturally in accordance with that vision. This is the goal of Buddhist spiritual life, representing the end of suffering for anyone who attains it. Buddhism is the path of practice and spiritual development. അങ്ങനെ ഈ നമ്മളുടെ ആ ട്രൂ എക്സിസ്റ്റൻസിൻ്റെ ട്രൂ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് വഴി കഴിയുമെന്നാണ് ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ നമ്മളുടെ ട്രൂ നേച്ചർ മനസ്സിലാക്കുകയും അങ്ങനെ ആ ഒരു ട്രെയിനിങ്ങും പ്രാക്ടീസുമാണ് ബുദ്ധിസം മുന്നോട്ട് വെക്കുന്നത്. ബുദ്ധിസത്തിലെ പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് ആണ് ദ 4 നോബിൾ ട്രൂത്ത്. After attaining enlightenment, he phrased his belief on the nature of life in his 4 noble truths, Arya Satyas. The 4 noble truths are a contingency plan for dealing with the suffering humanity faces, suffering of physical kind or of a mental nature. ഇപ്പോൾ ബുദ്ധൻ 4 നോബിൾ ട്രൂത്ത് അഥവാ അരിയ സത്യങ്ങളാണ് ഈ ദുഃഖത്തിൽ നിന്ന് വിമോചിതനാകുന്നതിന് വേണ്ടി പുള്ളി മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ ഒരു ശരിയായ പ്രാക്ടീസ് വഴി, പരിശീലനം വഴി നമുക്ക് എല്ലാ സഫറിങ്സിൽ നിന്നും, ഫിസിക്കലാണ് മെൻ്റലും ആയിട്ടുള്ള മുഴുവൻ സഫറിങ്സിൽ നിന്നും വിമോചിതനാവാൻ കഴിയുമെന്നാണ് ബുദ്ധിസം പറയുന്നത്. ദ 4 നോബിൾ ട്രൂത്ത്സ് ഓർ ട്രൂത്ത്സ് ഓഫ് ദ നോബിൾ വൺ ആർ The 4 noble truth or truth of the noble one are central feature of the teaching and are put forth in the Dhammacakka Pavattana Sutta. They are as follows. 1. There is suffering. There is a cause of suffering. There is a cessation of suffering.
There is a way leading to this cessation of suffering. Dukkha Nirodha Gamini Pratipat. There is an ethical and a spiritual path by following which misery may be removed and liberation attained. This fourth noble truth charts the method for attaining the end of suffering, known to Buddhists as Noble Eightfold Path. സത്യങ്ങളാണ് ബുദ്ധൻ വിശദീകരിക്കുന്നത്. സർവം ദുഃഖം, എല്ലായിടത്തും ദുഃഖമുണ്ട്. ദുഃഖനിരോധ, ദുഃഖത്തെ നമുക്ക് നിരോധിക്കാം. ദുഃഖനിരോധന മാർഗം, ദുഃഖത്തെ നിരോധിക്കാൻ ഒരു മാർഗമുണ്ട്. ദുഃഖത്തെ നിരോധന മാർഗമുണ്ട്. ആ ദുഃഖനിരോധന മാർഗം എന്ന നിലയിലാണ് അതൊരു എത്തിക്കൽ സ്പിരിച്വൽ പാത്താണ്. അതിനെയാണ് 8 ഫോൾഡ് പാത്ത് അഥവാ അഷ്ടാംഗ മാർഗം എന്ന് ബുദ്ധിസത്തിൽ അറിയപ്പെടുന്നത്. 8 ഫോൾഡ് പാത്ത് അഷ്ടാംഗ മാർഗത്തിലൂടെ നമുക്ക് നിർവ്വാണപ്രാപ്തി നേടും, ദുഃഖത്തിൽ നിന്ന് നമുക്ക് വിമോചിതരാവാൻ കഴിയുമെന്നാണ് ബുദ്ധിസം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. The steps of the noble eightfold path are right understanding, right thought, right speech, right action, right livelihood, right effort, right mindfulness and right concentration. ഈ 8 എണ്ണമാണ് അഷ്ടാംഗ മാർഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കുറച്ച് വിശദമായിട്ട് അതൊന്ന് പരിശോധിക്കാം. 8 fold path. In Buddhism, the noble 8 fold path is often represented by means of the Dhamma wheel or Dhamma Chakra, in which its 8 spokes represent the 8 elements of the path. In Buddhism, the noble 8 fold path is often അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഈ അഷ്ടാംഗ മാർഗത്തെ നമ്മൾ ചിലപ്പോഴൊക്കെ ധമ്മചക്രം എന്ന് പറയാറുണ്ട്. ആ ധമ്മചക്രത്തിൻ്റെ ഓരോ സ്പോക്സും 8 സ്പോക്സാണ് അതിനുള്ളത്. ആ ഓരോ സ്പോക്കും ഓരോ മാർഗത്തെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. The 8-fold path, although referred to as steps on path, is meant as 8 aspects of life, all of which are to be integrated in everyday life. നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 8 അസ്പെക്ട്സിനെയാണ് ഈ 8 ഫോൾഡ് പാത്ത് എന്നതുകൊണ്ട് പ്രധാനമായും അഡ്രസ്സ് ചെയ്യുന്നത്. ബുദ്ധിസത്തിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ട്രിനാണ് ദ ഡോക്ട്രിൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ അഥവാ പ്രതിത്യ സമുത്പാദ. നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. ദ ഡോക്ട്രിൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ. The doctrine of Praditya Samutpada or dependent origination is the foundation of all the teachings of Buddha. The Buddha understood the world in procedural terms, not in terms of things or substances. His theory posits a flux of events arising under certain conditions which are interconnected and dependent. ഈ ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ അഥവാ പ്രതിത്യ സമുത്പാദയാണ് ബുദ്ധിസത്തിലെ ഒരു പ്രധാനപ്പെട്ട ടീച്ചിങ്. ഈ പ്രപഞ്ചം തന്നെ പ്രതിത്യ സമുത്പന്നമാണെന്നാണ് ബുദ്ധിസം പറയുന്നത്. അതായത് ബുദ്ധ ഈ പ്രപഞ്ചത്തെ, ഈ വേൾഡിനെ മനസ്സിലാക്കിയിരിക്കുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷനിലാണ്. മറിച്ച് ഒരു വസ്തു എന്ന നിലയിലോ അല്ല ഒരു സബ്സ്റ്റൻസ് എന്ന നിലയിലോ അല്ല, മറിച്ച് ഒരു പ്രൊസീജിയറൽ ടേംസിലാണ്. കോസ് ഇഫക്റ്റ്, ദിസ് ഹാപ്പൻ ദാറ്റ് ഹാപ്പനിങ്, ദിസ് ഹാപ്പനിങ് ദാറ്റ് ഹാപ്പനിങ്, ഈ ഒരു രൂപത്തിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷനിലാണ് ബുദ്ധൻ യൂണിവേഴ്സിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് ബുദ്ധൻ പറയുന്നത്. ഇൻ്റർ കണക്റ്റഡുമാണ്, അതുപോലെ തന്നെ ഡിപ്പെൻഡൻറ്റുമാണ്. ഇത് സംഭവിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്ന നിലയിലാണ്. ഇത് നിന്ന് പോയാൽ അത് നിന്ന് പോകും, ഇത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കും. ഈ രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് ബുദ്ധിസം മുന്നോട്ട് വെക്കുന്നത്. Craving, for example, is always dependent on and caused by sensations. Sensations are always dependent on contact with our surroundings. Buddha's causal theory is simply descriptive. This existing, that exists. This arising, that arises. This not existing, that does not exist. This ceasing, that ceases. ഇപ്പം തൃഷ്ണ അഥവാ ക്രേവിങ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡിസയർ, ഇതെല്ലാം എപ്പോഴും ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു കാരണമുണ്ട്, അതിനൊരു കാരണമുണ്ടാകുന്നുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് സെൻസേഷൻസാണ്. വിവിധ തരത്തിലുള്ള നമ്മുടെ സെൻസേഷൻസാണ് നമുക്ക് അറ്റാച്ച്മെൻറ്റും ക്രേവിങ്സും തൃഷ്ണയും ഡിസയറും ഒക്കെ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ സെൻസേഷൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സെൻസേഷൻസ് ആർ ഓൾവേസ് ഡിപ്പെൻഡൻ്റ് ഓൺ കോണ്ടാക്ട് വിത്ത് അവർ സറൗണ്ടിങ്സ്. നമ്മുടെ സെൻസ് ഓർഗൻസ് മറ്റ് ഒബ്ജക്റ്റുമായുള്ള കോണ്ടാക്റ്റിൽ നിന്നാണ് നമുക്ക് സെൻസേഷൻസ് ഉണ്ടാകുന്നത്. ഈ സെൻസേഷനാണ് നമുക്ക് അറ്റാച്ച്മെൻറ്റും ഡിസയറും ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഡിസയറും അറ്റാച്ച്മെൻറ്റുമാണ് നമ്മുടെ
ദുഃഖത്തിൻ്റെ കാരണമായി വരുന്നത്. ഈ രൂപത്തിലാണ് ബുദ്ധൻ ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ വിശദീകരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ബുദ്ധാസ് കോസൽ തിയറി സിംപ്ലി ഡിസ്ക്രിപ്റ്റീവ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ, അതായത് ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷനിലാണ് അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നത്. അതായത് ദിസ് എക്സിസ്റ്റിംഗ് ദാറ്റ് എക്സിസ്റ്റ്, ഇത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. ദിസ് അറൈസിങ് ദാറ്റ് അറൈസസ്, ഇത് സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. ഇത് ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകുന്നു. ഇത് നിലനിൽക്കുമ്പോൾ അത് നിലനിൽക്കുന്നു. ദിസ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദിസ് ഈസിങ് ദാറ്റ് സീസസ്, ഇത് നിൽക്കുമ്പോൾ അത് നിൽക്കുന്നു. അത് നിൽക്കാതിരിക്കുമ്പോൾ ഇത് നിൽക്കാതിരിക്കുന്നു. ഇങ്ങനെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷനിലാണ് ബുദ്ധൻ ഇതിനെ സംബന്ധിച്ച്. ദിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോസേഷൻ ആസ് impersonal law like causal ordering is important because it shows how the process that give rise to suffering work and also how they can be reserved. Buddha, he also identifies it with dharma, the law. He who sees the pratitya samudbada sees dhamma, and he who sees the dharma sees the pratitya samudbada. Failure to grasp it is the cause of misery. Its knowledge leads to the cessation of misery. ഇത് ബുദ്ധൻ പറയുന്നത് ഇതൊരു പ്രകൃതി നിയമമാണ്, ഒരു ഇമ്പേഴ്സണൽ ലോയാണ്. എങ്ങനെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നതെന്ന് ഈ ലോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ നിയമം, ഇപ്പോൾ ഇമ്പേഴ്സണലായിട്ടുള്ള ഈ പ്രകൃതി നിയമം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാകുന്ന വഴി നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ മറികടക്കാനും കഴിയുമെന്നാണ് ബുദ്ധൻ നിരീക്ഷിക്കുന്നത്. ഇതിനെ ബുദ്ധ ധമ്മ എന്നാണ് പറയുന്നത്, ദ ലോ. ഹീ ഹൂ സീസ് ദ പൃഥിത്യ സമുത്പാദ സീസ് ദ ധമ്മ. ഈ നിയമം, ഈ പ്രകൃതി നിയമം അല്ലെങ്കിൽ ഈ ഇമ്പേഴ്സണൽ ലോ മനസ്സിലാക്കുന്ന ആൾ പൃഥിത്യ സമുത്പാദ എന്താണെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ പൃഥിത്യ സമുത്പാദ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ തീർച്ചയായും അവർക്ക് ദുഃഖത്തിൽ നിന്ന് വിമോചിതരാകാൻ പ്രയാസപ്പെടും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാഖ്യയോഗയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്, ഇന്ത്യൻ ഫിലോസഫിയിലെ ഒരു സ്കൂളാണ് സാഖ്യയോഗ. സാഖ്യയും യോഗയും സെപ്പറേറ്റ് സ്കൂൾസ് ആണെങ്കിലും ഇത് ഇത് പരസ്പരം ഒന്നിച്ച് ചേർന്ന് പോകുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെറ്റാഫിസിക്കൽ കൺസെപ്ഷനിലേക്ക് നമുക്ക് കിടക്കാം. സാഖ്യയോഗ, മെറ്റാഫിസിക്സ്. സാഖ്യ ഈസ് വൺ ഓഫ് ദ 6th ആസ്തിക സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ദ ഫൗണ്ടർ ഓഫ് സാഖ്യ ഫിലോസഫി വാസ് സേജ് കപില. The word Sankhya is derived from the Sanskrit noun Sankhya, based on the verbal root kya, make known name with the preverb some. സാഖ്യ സ്കൂള് വളരെ പുരാതന സ്കൂളാണ്. ഇത് നാസ്തിക വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇന്ത്യൻ സ്കൂൾസിനെ ആസ്തിക നാസ്തിക എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആസ്തിക വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്കൂളാണ്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് കപിലനാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും ചേർന്നാണ്, അതായത് സാഖ്യയുടെ മെറ്റാഫിസിക്സ് യോഗ അക്സെപ്റ്റ് ചെയ്യുക, യോഗയുടെ അതിൻ്റെ പ്രാക്ടീസസ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് സാഖ്യ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് മ്യൂച്വലി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവരത് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇറ്റ്സ് ഫോംസ് ദ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് യോഗ. ദ സാഖ്യ തിയറി എക്സ്പ്ലെയിൻസ് ദ depth of yoga and provides a clear map to transcend our physical, mental and psychological limitations. Yoga as the counterpart of Sankhya means action or practice and tell us how the theoretical metaphysical teachings of Sankhya might be realized in actual practice. സാഖ്യയാണ് നമ്മുടെ യോഗയുടെ ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം സാഖ്യയോഗ അതിൻ്റെ തിയററ്റിക്കൽ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മെൻ്റൽ അതെല്ലാം അതിൻ്റെ തിയറീനെ പ്രാക്ടിക്കലൈസ് ചെയ്യുന്ന, അതിൻ്റെ പ്രാക്ടീസ് നമുക്ക് മുന്നോട്ട് തരുന്നത്, അല്ലെ പ്രാക്ടീസ് നമുക്ക് വിശദീകരിച്ച് തരുന്നത് യോഗ സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് സിസ്റ്റമായി കൺസിഡർ ചെയ്യാൻ കഴിയും. സാഖ്യ ഈസ് എ പ്ലൂറലിസ്റ്റിക് സ്പിരിച്വലിസം, എത്തിസ്റ്റിക് റിയലിസം ആൻഡ് അൺകോംപ്രമൈസിങ് ഡ്യുവലിസം. Sankhya is dualistic realism. It is dualistic because it advocates two ultimate realities, Prakriti, matter, and Purusha, self. Samkhya is realism. It considers that both matter and spirit are equally real.
സാങ്ക്യ സ്കൂൾ ഒരു പ്ലൂറലിസ്റ്റിക് സ്കൂളാണ്. അത് പ്ലൂറലിസ്റ്റിക് സ്പിരിച്വലിസ്റ്റിക് സ്കൂളാണ്. അതുപോലെ തന്നെ അതൊരു എത്തിസ്റ്റിക് സ്കൂളാണ്. റിയലിസം ആൻഡ് അൺകോംപ്രമൈസിങ് ഡ്യൂയലിസ്റ്റിക്സ് ആണ്. അതായത് രണ്ട് റിയാലിറ്റിയെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പുരുഷ ആൻഡ് പ്രകൃതി. ഈ രണ്ട് റിയാലിറ്റി സെപ്പറേറ്റ്ലി എക്സിസ്റ്റ് ചെയ്യുകയും ഇൻഡിപെൻഡൻ്റായി എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് സാങ്ക്യ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാങ്ക്യ നമുക്കൊരു ഡ്യൂയലിസ്റ്റ് ഫിലോസഫി എന്ന് നമുക്ക് പറയാൻ കഴിയും. Samkhya is pluralistic also because of its teaching that Purusha is not one but many. These two realities exist parallel without affecting each other. The Samkhya reduction of the numerous categories into two fundamental categories of Purusha and Prakriti. സാങ്ക്യ പ്ലൂറലിസ്റ്റിക് ആണ്. അതായത് പുരുഷ എന്ന് പറയുന്ന ഒരു സിംഗിൾ എക്സിസ്റ്റൻസ് അല്ല, നിരവധിയാണ്. സോൾസ്, ആറ്റംസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള എക്സിസ്റ്റൻസ് ആയിട്ടാണ് പുരുഷനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, ഒരു മെറ്റാഫിസിക്കൽ കൺസെപ്റ്റാണ്, വ്യൂ പോയിൻ്റാണ് സാങ്ക്യ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദിസ് ടു റിയാലിറ്റീസ്, പുരുഷ ആൻഡ് പ്രകൃതി, ഇത് രണ്ടും പാരലലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും പരസ്പരം അഫക്റ്റ് ചെയ്യാതെ പാരലലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സാങ്ക്യ മുന്നോട്ട് വെക്കുന്നത്. സാങ്ക്യ റിഡക്ഷൻ ഓഫ് ദ ന്യൂമറസ് കാറ്റഗറീസ് ഇൻ ടു ഫണ്ടമെൻ്റൽ കാറ്റഗറീസ് ഓഫ് പുരുഷ ആൻഡ് പ്രകൃതി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രണ്ട് കാറ്റഗറിയിലേക്ക് റിഡ്യൂസ് ചെയ്യുകയാണ് സാങ്ക്യ ചെയ്യുന്നത്. അത് പുരുഷ ആൻഡ് പ്രകൃതി. പുരുഷ ആൻഡ് പ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ യൂണിവേഴ്സലിനെ സാങ്ക്യ വിശദീകരിക്കുന്നത്. Sankhya advocates the dualism of Prakriti and Purusha. Prakriti is unconscious while Purusha is conscious. According to Sankhya, the efficient cause of the world is Purusha and the material cause is the Prakriti. Here, Purusha stands for the supreme spirit and Prakriti stands for matter. ഇവിടെ പറയുന്നത് സാങ്ക്യ ഒരു ഡ്യുവലിസമാണ് മുന്നോട്ട് വെക്കുന്നത്. സാങ്ക്യ അഡ്വക്കേറ്റ്സ് ദ ഡ്യുവലിസം ഓഫ് പ്രകൃതി ആൻഡ് പുരുഷ. രണ്ട് കാറ്റഗറീസ്, പ്രകൃതി ആൻഡ് പുരുഷ. അതിൽ പ്രകൃതി ഈസ് അൺകോൺഷ്യസ് ആണ്, വൈൽ പുരുഷ ഈസ് കോൺഷ്യസ്. അതായത് പുരുഷ എന്ന് പറയുന്നത് സ്പിരിറ്റാണ്, അതുപോലെ തന്നെ പ്രകൃതി എന്ന് പറയുന്നത് മാറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എഫിഷ്യൻ്റ് കോസ് എന്ന് പറയുന്നത് ആണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ കോസ്, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് മാറ്ററാണ്. അപ്പം പുരുഷ സ്റ്റാൻഡ് ഫോർ ദ സുപ്രീം സ്പിരിറ്റ് ആൻഡ് പ്രകൃതി സ്റ്റാൻഡ് ഫോർ മാറ്റർ. ഈ രണ്ട് കാറ്റഗറിയിലാണ് സാങ്ഖ്യയോഗ അവരുടെ പ്രപഞ്ചത്തിനെ സംബന്ധിച്ചുള്ള, യൂണിവേഴ്സലിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്. പുരുഷ ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സാങ്ഖ്യ. പ്രകൃതി ഈസ് ദ സെക്കൻഡ്, ദ മെറ്റീരിയൽ പ്രിൻസിപ്പിൾ ഓഫ് സാങ്ഖ്യ. പ്രകൃതി ഈസ് നോൺ വൈൽ പുരുഷ ഈസ് നോവർ. പ്രകൃതി ഈസ് അൺകോസ്ഡ്, ഇൻഡിപെൻഡൻറ്റ്, അബ്സല്യൂട്ട്, വൺ ആൻഡ് എറ്റേണൽ, ബീയിങ് ബിയോണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. അതായത് പുരുഷ ആണ് ഏറ്റവും ആദ്യത്തെ പ്രിൻസിപ്പിൾ. സാങ്ഖ്യ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പുരുഷയാണ്. പ്രകൃതി ഈസ് സെക്കൻഡ്, ആദ്യം പുരുഷ, അത് കഴിഞ്ഞ് പ്രകൃതി. ഇതിൽ നിന്നാണ് മറ്റുള്ള മുഴുവൻ വേൾഡിലെ ഒബ്ജക്ട്സും ഡിറൈവ് ചെയ്തുണ്ടായിട്ടുള്ളതെന്നാണ് സാങ്ഖ്യ മുന്നോട്ട് വെക്കുന്നത്. പ്രകൃതി ഈസ് നോൺ, പ്രകൃതിയാണ് നോൺ, നമ്മൾ അറിയുന്നത് എന്താണ് അതാണ് പ്രകൃതി. വൈൽ പുരുഷ ഈസ് ദ നോവർ. അപ്പം നമ്മളിൽ അറിയുന്ന ആ ഏജൻസി ആണ് പുരുഷ. നമ്മൾ അറിയുന്നത് എന്താണോ അത് പ്രകൃതി. നമ്മൾ അറിയുന്ന ആരാണോ അറിയുന്നത്, ഏജൻറ്റ് ഓഫ് ദ നോവർ, അതാണ് നോവർ, അത് പുരുഷയാണ്. പ്രകൃതി ഈസ് അൺകോസ്ഡ്, എന്തെങ്കിലും സൃഷ്ടിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ടുണ്ടായതല്ല പ്രകൃതി അൺകോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല പ്രകൃതി, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ എറ്റേർണലാണ്, എക്കാലവും ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ ബിയോണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ, ഇത് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ ഒരാൾക്കും കഴിയില്ല. The extreme subtleness of Prakriti makes it unmanifest and imperceptible. Prakriti is composed of three essential characteristics, namely Sattva, Rajas and Tamas. The other of the two co-present, co-external realities of Sankhya is the Purusha. Purusha is the principle of pure consciousness. Purusha is the soul, the self, the spirit, the subject, the knower. വളരെ സൂക്ഷ്മമായിട്ടുള്ള സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ പ്രകൃതിയെ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. അത് ഇംപെർസെപ്റ്റിബിളാണ്, അൺമാനിഫെസ്റ്റാണ്, അത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ പ്രകൃതി അത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് എസൻഷ്യൽ ഗുണങ്ങൾ കൊണ്ടാണ്, ത്രിഗുണാസ്.
അതെന്ന് പറയുന്നത് നെയിംലി സത്വ, രജസ് ആൻഡ് തമസ്. ഇപ്പോൾ നമ്മൾ കയറിൻ്റെ 3 സ്ട്രീംസ് പിരിച്ചാണല്ലോ കയർ ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ 3 ഗുണങ്ങൾ ചേർന്നതാണ് പ്രകൃതി. ഇത് സെപ്പറേറ്റാണ്, അങ്ങനെ അതിനെ സെപ്പറേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഇത് ഒന്നിച്ച് തന്നെ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. ദ അതർ ഓഫ് ദ 2 കോ-പ്രസൻറ്റ് കോ-എറ്റേണൽ റിയാലിറ്റീസ് ഓഫ് സാങ്ക്യ ഈസ് ദ പുരുഷ. അപ്പം 3 ത്രിഗുണങ്ങൾ കൊണ്ടാണ് പ്രകൃതി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് പുരുഷയാണ്. അപ്പോൾ പുരുഷ ഈസ് ദ പ്രിൻസിപ്പൽ ഓഫ് പ്യുവർ കോൺഷ്യസ്നസ്. അതായത് കോൺഷ്യസ്നസ് അഥവാ പ്യുവർ കോൺഷ്യസ്നസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പുരുഷനെ കൺസിഡർ ചെയ്യാം. പുരുഷനാണ് സോളായിട്ടും സെൽഫായിട്ടും സ്പിരിറ്റായിട്ടും സബ്ജക്റ്റായിട്ടും നോവറായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ആ ഒരു എലമെൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റൻസ് വിച്ച് പൊസസസ് ദ ക്വാളിറ്റി ഓഫ് കോൺഷ്യസ്നസ്. Consciousness is its essence. It is itself pure and transcendental consciousness. It is the ultimate knower, which is the foundation of all knowledge. It is the pure subject and as such can never become an object of knowledge. പുരുഷയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയാണ് ഇവിടെ. ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റൻസ്. ഏതെങ്കിലും കുറച്ച് ക്വാളിറ്റിയെ പൊസസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് അല്ല പുരുഷ എന്ന് പറയുന്നത്. അപ്പോൾ കോൺഷ്യസ്നെസ്സിനെ, അതായത് ഇപ്പോൾ ഉദാഹരണം സുഗന്ധത്തെ ഒരു പുഷ്പം സുഗന്ധത്തെ പൊസസ് ചെയ്യുന്നത് പോലെ കോൺഷ്യസ്നെസ്സിനെ പൊസസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് അല്ല പുരുഷ. കോൺഷ്യസ്നെസ് ഈസ് ഇറ്റ്സ് എസൻസ്. അതായത് പാലിൻ്റെ നിറമാണ് വെള്ളം എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിനെ പരസ്പരം സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ തന്നെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ എസൻസാണ്, പുരുഷയുടെ എസൻസാണ്. അല്ലെങ്കിൽ പുരുഷ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് നോവർ വിച്ച് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ നോളജ്. അതായത് എല്ലാ വിജ്ഞാനങ്ങളും അല്ലെ എല്ലാ അറിവുകളും നമ്മൾ എന്തിനെ അറിയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ആ അൾട്ടിമേറ്റ് ഫൗണ്ടർ എന്ന് പറയുന്നത്, ആ അൾട്ടിമേറ്റ് നോവർ എന്ന് പറയുന്നത് പുരുഷയാണ്. ഇറ്റ് ഈസ് ദ പ്യുവർ സബ്ജക്റ്റ് ആൻഡ് ആസ് സച്ച് നെവർ ബിക്കം ആൻ ഒബ്ജക്റ്റ് ഓഫ് നോളജ്. അപ്പോൾ ഇത് പ്യുവർ സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു ഒബ്ജക്റ്റായി നമുക്കിതിനെ പഠിക്കുവാനോ അറിയുവാനോ കഴിയില്ല. ഉദാഹരണം, നമുക്ക് കണ്ണുകൊണ്ട് എല്ലാത്തിനെയും കാണാൻ കഴിയുമെങ്കിലും ഈ കണ്ണുകൊണ്ട് നമ്മുടെ കണ്ണിനെ കാണാത്തതുപോലെ തന്നെ സബ്ജക്റ്റിനെ നമുക്ക് ഒബ്ജക്റ്റായി പഠിക്കാൻ കഴിയില്ല. ദ ഐഡിയ ഓഫ് evolution in Sankhya revolves around the interaction of Prakriti and Purusha. Prakriti remains unmanifested as long as the 3 gunas are in equilibrium. This equilibrium of the gunas is disturbed when Prakriti comes into proximity with the consciousness or Purusha. The disequilibrium of the gunas triggers an evolution that leads to the manifestation of the world from an unmanifested Prakriti. എങ്ങനെയാണ് ഇവിടെ എവല്യൂഷൻ ഉണ്ടാകുന്നത്? ഈ 2 കാറ്റഗറീസിൽ നിന്ന്, അതായത് പ്രകൃതിയിലും പുരുഷനിൽ നിന്നും എങ്ങനെയാണ് ഈ വസ്തുക്കളൊക്കെ ഉണ്ടായത്? അപ്പോൾ അതേ സംബന്ധിച്ച് സാങ്ക്യ വിശദീകരിക്കുന്നത് മറ്റൊന്നുമല്ല. പ്രകൃതി ഇംപെർസെപ്റ്റബിളാണ്, വളരെ സൂക്ഷ്മമാണ്. എന്നാൽ പ്രകൃതിയിൽ 3 ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ത്രിഗുണാസ്, സത്വ, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഗുണങ്ങൾ പ്രകൃതിയിലുള്ളത് ഇക്വിലിബ്രിയം, ഒരേ അളവിലാണ്, സന്തുലിതാവസ്ഥയിലാണ്. ഈ സന്തുലിതാവസ്ഥ പുരുഷൻ്റെ സാമീപ്യമുണ്ട്. പുരുഷയുടെ സാമീപ്യത്തിൽ ഈ സന്തുലിതാവസ്ഥ ബ്രേക്കാവും. ഇതിൽ ചിലത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, ചിലത് മുകളിൽ കയറും. അങ്ങനെ അതിൻ്റെ ഓർഡർ ഇക്വിലിബ്രിയം നഷ്ടപ്പെടും. അങ്ങനെ ആ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുമ്പോഴാണ് ഈ വേൾഡിലി ഒബ്ജക്ട്സ് ഉണ്ടാകുന്നത്, എവല്യൂട്ട് ചെയ്യുന്നത്, എവല്യൂഷൻ സാധ്യമാകുന്നത് എന്നാണ് സാങ്ക്യ വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ നമ്മളുടെ യൂണിറ്റിലേക്ക് കിടക്കാം. സ്കൂൾ ഓഫ് വേദാന്തയാണ്. വേദാന്ത സ്കൂൾ നിങ്ങൾക്കറിയാം, നിരവധി സ്കൂളുകൾ വേദാന്ത ഫിലോസഫിയിലുണ്ട്. വേദാന്ത എന്ന് പറയുന്നത് വേദങ്ങളുടെ അവസാന ഭാഗമാണ്, ആരണ്യങ്ങളുടെയൊക്കെ അവസാന ഭാഗമായി വരുന്ന ഉപനിഷത്തിനെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് വേദാന്ത. അതിൻ്റെ പേരിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലേക്കൊന്ന് കിടക്കാം. യൂണിറ്റ് 5, സ്കൂൾസ് ഓഫ് വേദാന്ത. Vedanta or Uttaramimamsa is one of the 6 Astika schools of Indian philosophy. Literally it means end of the Veda. It relies on 3 textual sources called the Prasthanatrayas. It gives a unifying interpretation of the whole body of Upanishads, the Brahma Sutra and the Bhagavad Gita. അതായത് വേദാന്ത എന്ന് പറയുന്നത് നമ്മുടെ ആസ്തിക വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്കൂളാണ്.
ഇന്ത്യൻ ഫിലോസഫിയിലെ ഒരു സ്കൂളാണ്. ലിറ്ററലി വേദാന്ത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എൻഡ് ഓഫ് ദ വേദങ്ങളുടെ അവസാനം എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇത് പ്രധാനമായും വികസിച്ചു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട 3 ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതിനെ പ്രസ്ഥാനത്രയാസം എന്നാണ് പറയുന്നത്. അത് ഉപനിഷത്ത്, ബ്രഹ്മസൂത്ര ആൻഡ് ഭഗവത്ഗീത, ഇതാണ്. അപ്പം പ്രസ്ഥാനത്രയാസം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഉപനിഷത്ത്, ബ്രഹ്മസൂത്ര ആൻഡ് ഭഗവത്ഗീത. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വേദാന്ത ഫിലോസഫി എല്ലാം വികസിച്ചു വന്നിട്ടുള്ളത്. ദ മെയിൻ ട്രഡീഷൻസ് ഓഫ് വേദാന്ത ആർ അദ്വൈത വേദാന്ത, വിശിഷ്ട അദ്വൈത, ദ്വൈത, ശുദ്ധ അദ്വൈത. The concept of Brahman, the supreme spirit or the eternal, self-existent, immanent and transcendent supreme and ultimate reality, which is the divine ground of all being, is central to most schools of Vedanta. The main tradition of Vedanta are പ്രധാനപ്പെട്ട വേദാന്ത ട്രഡീഷൻസ്, വേദാന്ത സ്കൂൾസ് എന്ന് പറയുന്നത് അദ്വൈത വേദാന്തയുണ്ട് ശങ്കരാചാര്യരുടെ, അതുപോലെ തന്നെ വിശിഷ്ട അദ്വൈത, അദ്വൈത, ശുദ്ധ അദ്വൈത. അതിൽ എല്ലാം പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് റിയാലിറ്റി ആസ് ദ ബ്രഹ്മൻ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി ബേസ് ചെയ്തിട്ടാണ്. ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ബ്രഹ്മൻ, അല്ലെങ്കിൽ ഇതാണ് സുപ്രീം സ്പിരിറ്റ്, അതല്ലെങ്കിൽ സെൽഫ് എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള എറ്റേർണൽ ആയിട്ടുള്ള ആ ബീയിങ്, അതാണ് ബ്രഹ്മൻ കൺസെപ്റ്റാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സെൻട്രൽ തീമായി വരുന്നത്, എല്ലാ വേദാന്ത സ്കൂളിൻ്റെയും ഒരു സെൻട്രൽ തീമായി വരുന്നത്. എന്നാൽ കാഴ്ചപ്പാടുകളിലും അവരുടെ പല കാര്യങ്ങളിലും വ്യത്യസ്തതയും ഉണ്ട്. അതിൽ തന്നെ നമുക്ക് അദ്വൈത വേദാന്ത സ്കൂളിലേക്ക് കടക്കാം. അദ്വൈത വേദാന്ത ഈസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്കൂൾ ഓഫ് ഓൾ ഇന്ത്യ, and has influenced many philosophers. It was propounded by Adi Shankara. According to this school of Vedanta, Brahman is the only reality and the world as it appears is illusory. As Brahman is the sole reality, it cannot be said to possess any attribute. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ അദ്വൈത വേദാന്തം എന്ന് പറയുന്നതാണ് ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, അല്ല ഒത്തിരി ഫിലോസഫേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു വേദാന്ത സ്കൂളാണ് അദ്വൈത വേദാന്ത. അതിൻ്റെ ഒരു പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് ആദിശങ്കരനാണ്, ശങ്കരാചാര്യരാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബ്രഹ്മനാണ് ഇത് അൾട്ടിമേറ്റ് റിയാലിറ്റി, വേറൊരു റിയാലിറ്റി ഇല്ല. ഈ കാണുന്ന വേൾഡ് എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് അത് അപ്പിയറൻസാണ്, അല്ലെങ്കിൽ അത് ഇല്യൂഷറിയാണ്, അല്ലെങ്കിൽ അത് മായയാണ് എന്നുള്ളതാണ് ശങ്കരൻ വിശദീകരിക്കുന്നത്. അപ്പം ബ്രഹ്മൻ ഈസ് ദ സോൾ റിയാലിറ്റി, ഇറ്റ് കനോട്ട് ബി സെറ്റ് ടു പൊസസ് എനി ആട്രിബ്യൂട്ട്. ഈ ബ്രഹ്മന് ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല, ആ ബ്രഹ്മനാണ് റിയാലിറ്റി. ഇത് ബിയോണ്ട് ദ ഇൻ്റലിജൻസ് ആണ്, ഈ നമുക്ക് കാണാൻ കഴിയില്ല, അതിന് നമുക്ക് എന്താ പറയുക വിശദീകരിക്കാൻ അനിർവചനീയമാണ്. ആ നിലയിലാണ് അദ്വൈത വേദാന്ത ബ്രഹ്മനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. An illusory power of Brahman called Maya causes the world to arise. Ignorance of this reality is the cause of all suffering in the world, and only upon true knowledge of Brahman can liberation be attained. In reality, there is no difference between the individual soul, Jivatman and Brahman. എന്താണ് പറയുന്നത്? ബ്രഹ്മൻ്റെ തന്നെ ഇല്യൂഷറി പവർ ഓഫ് ബ്രഹ്മൻ്റെ തന്നെ ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഇല്യൂഷറി ശക്തിയാണ് മായ. ആ മായയാണ് ഈ ലോകത്തിനെ മുഴുവൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇഗ്നറൻസ് ഓഫ് ദിസ് റിയാലിറ്റി ഈസ് ദ കോസ് ഓഫ് ഓൾ സഫറിങ് ഇൻ ദ വേൾഡ്. അപ്പം ഇവിടെ ഈ ലോകത്ത് നമുക്ക് ദുഃഖമുണ്ടാകുന്നത് ഈ യഥാർത്ഥ റിയാലിറ്റി, ദ റിയൽ നേച്ചർ ഓഫ് ദ റിയാലിറ്റി, അത് നമുക്ക് അറിയാം, അതിനെ സംബന്ധിച്ചുള്ള ഇഗ്നോറൻസ് ആണ് നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ശരിയായിട്ടുള്ള ബ്രഹ്മനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമുക്ക് ലിബറേഷൻ നേടിത്തരുമെന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഇൻ റിയാലിറ്റി ദർ ഇസ് നോട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ സോൾ, ജീവാത്മൻ ആൻഡ് ബ്രഹ്മൻ. അതായത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആ ബ്രഹ്മൻ തന്നെയാണ് നമ്മുടെ ആത്മൻ അഥവാ ജീവാത്മൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ളതും അത് തന്നെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ് നമ്മളെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കും. ഇല്ല എങ്കിൽ നമ്മൾ ദുഃഖിതരായി ജീവിക്കേണ്ടി വരുമെന്നാണ് ഈ അദ്വൈത ഫിലോസഫി മുന്നോട്ട് വെക്കുന്ന ആശയം. ഇനി അടുത്തത് വിശിഷ്ട അദ്വൈതയാണ്. വിശിഷ്ട അദ്വൈത വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ രാമാനുജ. ഹി സേസ് ദാറ്റ് ദ ജീവാത്മൻ അഥവാ ഇൻഡിവിജ്വൽ സോൾ ഈസ് എ പാർട്ട് ഓഫ് ബ്രഹ്മൻ ആൻഡ് ഹെൻസ് ഈസ് സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ. It advocates that Brahman, matter and the individual souls are distinct but mutually inseparable entities.
ഇവിടെ വിശിഷ്ടാദ്വൈതയുടെ പ്രധാന അതിൻ്റെ ഒരു പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് രാമാനുജനാണ് വിശിഷ്ടാദ്വൈത ഫിലോസഫി മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജീവാത്മൻ അഥവാ ഇൻഡിവിജ്വൽ സോൾ അത് ബ്രഹ്മൻ്റെ ഭാഗം തന്നെയാണ്. ഇത് വളരെ സിമിലറുമാണ്. പക്ഷേ നമുക്ക് ബ്രഹ്മൻ തന്നെ ആത്മൻ തന്നെയാണ് ബ്രഹ്മൻ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളൊരു വാദമാണ് രാമാനുജൻ വിശിഷ്ടാദ്വൈതത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ രാമാനുജൻ പറയുന്നു ബ്രഹ്മൻ, മാറ്റർ, ഇൻഡിവിജ്വൽ സോൾസ് ഇതെല്ലാം വ്യത്യസ്തമായി നിലനിൽക്കുന്ന എക്സിസ്റ്റൻസുകളാണ്. പക്ഷേ അത് വ്യത്യസ്തമാകുമ്പോൾ തന്നെ അതിനെ ഇൻസെപ്പറബിൾ ചെയ്യാൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ കഴിയില്ല. ഇത് വളരെ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഇൻസെപ്പറബിൾ എൻറ്റിറ്റീസ് ആണെന്നാണ് രാമാനുജർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. This school propounds bhakti or devotion to God visualized as Vishnu. Devotion to God visualized as Vishnu to be the path to liberation. Maya is seen as the creative power of God. ഇവിടെ ഈ വിശിഷ്ടാദ്വൈത പറയുന്നത് ഭക്തിയാണ് നമുക്ക് ലിബറേഷൻ കിട്ടാനുള്ളൊരു മാർഗമായി കാണുന്നത്. അതുപോലെ തന്നെ അവർക്ക് ദൈവസങ്കല്പമുണ്ട്. വിഷ്ണു ആണ് അവരുടെ ദൈവമായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ആ ദൈവത്തോടുള്ള ഭക്തിയിലൂടെയാണ് നമുക്ക് ലിബറേഷൻ സാധ്യമാകൂ എന്നാണ് രാമാനുജർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ മായയെ സംബന്ധിച്ച് പറയുന്നത് മായ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗോഡിൻ്റെ ഒരു പവറാണ് മായ എന്നാണ് ഇവിടെ ശങ്കരാചാര്യർ വിശിഷ്ടാദ്വൈതത്തിൽ പറയുന്നത്. അടുത്തത് ദ്വൈത ആണ്. ദ്വൈത വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ മാധ്വ. ഇറ്റ് ഐഡൻറ്റിഫൈസ് ഗോഡ് വിത്ത് ബ്രഹ്മൻ. ഇറ്റ് റിഗാർഡ്സ് ബ്രഹ്മൻ, ഓൾ ഇൻഡിവിജ്വൽ സോൾസ് ആൻഡ് മാറ്റർ ആസ് എറ്റേർണൽ ആൻഡ് മ്യൂച്വലി സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. This school also advocated bhakti as the route to liberation. There is no concept of Maya as an illusory power behind the world. ദ്വൈത ഫിലോസഫിയിലെ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് മാധ്വാചാര്യരാണ്. മാധ്വാചാര്യർ പറയുന്നത് എന്താ? മാധ്വാചാര്യർ ബ്രഹ്മനെ ഗോഡായിട്ടാണ് സങ്കല്പിക്കുന്നത്. അത് ഗോഡായിട്ടാണ് ബ്രഹ്മനെ കാണുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മനും ഇൻഡിവിജ്വൽ സോൾസും ജീവാത്മനും മാറ്ററും എല്ലാം എറ്റേർണലായിട്ടുള്ള എന്നാൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസായിട്ടാണ് ദ്വൈത കാണുന്നത്. ഭക്തി എന്ന് പറയുന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുന്നത് ഭക്തി ആണ് ലിബറേഷനുള്ള ഒരു മാർഗമായി നിർദ്ദേശിക്കുന്നത്. പിന്നെ മായ എന്ന് പറയുന്ന ഇല്യൂഷറി പവർ എന്ന് പറയുന്നത് അത്തരത്തിലൊരു കൺസെപ്റ്റ് ദ്വൈത ഫിലോസഫി ഡിസ്കസ് ചെയ്യുന്നില്ല. ദ്വൈത അദ്വൈതയാണ് അടുത്ത ഒരു സ്കൂള്. ദ്വൈത അദ്വൈത വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ നിംബാർക്ക. അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ ജീവാത്മൻ ഈസ് അറ്റ് വൺസ് ദ സെയിം ആൻഡ് യെറ്റ് ഡിഫറെൻറ്റ് ഫ്രം ബ്രഹ്മൻ. ഈശ്വര ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എക്സിസ്റ്റ് ബൈ ഹിംസെൽഫ്. ദ്വൈത ഫിലോസഫി പറയുന്നത് ഫിലോസഫിയുടെ സ്ഥാപകൻ നിംബാർക്കയാണ്. അപ്പോൾ അവർ പറയുന്നത് ജീവാത്മാവും ബ്രഹ്മനും അത് ഒരുപോലെ ആണെങ്കിൽ കൂടിയും ഡിഫറെൻ്റ് ആണ് എന്നുള്ള നിലയിലാണ് അവരതിനെ വിശദീകരിക്കുന്നത്. ചില ഡിഫറെൻറ്റ് പോയിൻറ്റ്സും കൂടെ അവരുടെ ഇടയിൽ ഉണ്ട്. പിന്നെ ഈശ്വരൻ എന്ന് പറയുന്നത് മറ്റൊരു എക്സിസ്റ്റൻസ് ആണ്. അത് ഒന്നിനെയും ഡിപ്പെൻഡൻ്റ് അല്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് സ്വയം നിലനിൽക്കുന്ന ഒരു സങ്കല്പമാണ് ഈശ്വരൻ എന്നുള്ളതാണ് അദ്വൈതം. ഇനിയുള്ളത് ശുദ്ധ അദ്വൈതയാണ്. ശുദ്ധ അദ്വൈത പ്രൊപ്പൗണ്ടഡ് ബൈ വല്ലഭ. ദിസ് സിസ്റ്റം ഓൾസോ എൻകറേജ്ഡ് ഭക്തി ആസ് ദ ഓൺലി മീൻസ് ഓഫ് ലിബറേഷൻ. ഇതെല്ലാം ഏകദേശം ഒരേ ഒരു തരത്തിലുള്ള ഫിലോസഫിയാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും മറ്റ് ചില വ്യത്യാസങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. ഇപ്പോൾ ശുദ്ധ അദ്വൈത ഫിലോസഫിയുടെ സ്ഥാപകൻ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് വല്ലഭാചാര്യരാണ്. അപ്പോൾ ഇതും ഭക്തിയാണ് മോക്ഷത്തിനുള്ളൊരു മാർഗമെന്ന നിലയിലാണ് ശുദ്ധാദ്വൈത ഫിലോസഫി മുന്നോട്ട് വെക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും ഈ പേപ്പറിൽ നമുക്ക് ഈ 5 യൂണിറ്റാണുള്ളത്. ഇതൊരു പ്രാഥമികമായ വിശദീകരണം മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ നടന്നിട്ടുള്ളത്. ബാക്കി ഇതിൻ്റെ റെഫറൻസ് കൊടുത്തിരിക്കുന്ന ബുക്കുകൾ പരമാവധി കഴിയുന്നത്രയും വായിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയുന്നു. താങ്ക് യു.